ചില സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവാന്ന് തോന്നുന്നത് പിന്നീട് ഒരു കാലത്ത് നമുക്ക് തോന്നും അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമായിരുന്നു എന്ന്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി. ആ കഥ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുത്തിയത് ഈ സുന്ദരിയെ കണ്ടിട്ടാണോ? അല്ല, എൻ്റെ ഗതികേട് കണ്ടിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ നോക്കില്ല, നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു പയ്യൻ. ശരിക്കും തമിഴ് സിനിമയിലെ മാധവനില്ലേ അതേ ലുക്ക്. കത്തില് നമ്മളെ കുറിച്ചുള്ള വർണ്ണനകളാ. കണ്ണ്. +2 ഞാൻ ഒരു മുസ്ലിം ഓർഫനേജ് സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ ഒരു പ്രിൻസിപ്പാളാണ് എൻ്റെ ഫീസ് എടുത്ത് അടച്ചത്. ആ പോയിക്കൊണ്ടിരിക്കുന്നതിൽ അച്ഛന് 2 ദിവസം ജോലി ഇല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന കാര്യം പോലും കഷ്ടത്തിലാണ്. ഫുൾ കരച്ചിലായിരുന്നു. ഞാൻ അത്രയും കാലം സന്തോഷമായിട്ട് ഇങ്ങനെ ഓടി നടന്ന ഞാൻ അതോടുകൂടെ ഡള്ളായി. നമ്മളെപ്പോഴും സ്ട്രഗിൾ ചെയ്യപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ അത്രയും നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ അമ്മയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അമ്മ ആദ്യം പറയുന്നത് ഈശ്വര നാട്ടുകാരോടൊക്കെ ഇനി എന്ത് പറയും. അങ്ങനെ ആയതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ മാറ്റി വെക്കണം എന്നുള്ള അത് എവിടെയും ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ പയ്യൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത്. ആ കുട്ടീനെയും പറ്റിക്കുക, എന്നെയും പറ്റിക്കുക. ഇങ്ങനെ സംഭവിച്ചു പോവാന്ന് പറയില്ലേ, അതെ. അതായത് അല്ല, ആ ഇൻസിഡന്റ് ടൈം വൈകിട്ടില്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ എടുത്തോളൂ, ഹോസ്റ്റലിലേക്ക് ഇവിടെ ഹോസ്റ്റലിന്റെ വിമൻസ് ഹോസ്റ്റൽ അതിലേക്ക് മാറിയാൽ മതി, ഞാൻ പിന്നെ നോക്കിക്കോളാം. അജിഷ ഹരിദാസാണ് നമുക്കപ്പോൾ. ഹായ്. ഹായ് സർ. ശരിക്കും ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് പഠിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഒരു സാധനം എന്തൊരു ബുദ്ധിപരമായ നീക്കമാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല വഴികൾ നോക്കും. അതിൽ ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ട് പഠിക്കാൻ തീരുമാനിക്കുന്നു. സാധാരണ സ്ത്രീകൾക്കൊക്കെ കല്യാണം കഴിക്കുമ്പോൾ പഠിക്കാൻ പറ്റുമോ എന്ന ആശങ്കയോടുകൂടിയാണ് ചോദിക്കുന്നത്. ഇത് ഓഫർ വന്നത് പഠിക്കാമെന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. നമുക്ക് ആ ഒരു സംഭവം പറഞ്ഞ് തുടങ്ങാൻ തോന്നുന്നു. അജിഷയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവമായിട്ട് ഞാൻ കരുതുന്നതും അത് തന്നെ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. വയനാടാണ് ജനിച്ചതും വളർന്നതും. ഡിഗ്രി വരെ അവിടെ പഠിച്ചു. ഡിഗ്രി മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എടുത്തത്, ജേർണലിസം. അത് കഴിഞ്ഞ് PG എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അവിടെ മാസ് കമ്മ്യൂണിക്കേഷൻ അവിടെ PG ഇല്ല. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ തന്നെ നല്ല ദൂരമുണ്ട്. അപ്പോൾ അതൊരു 1-2 ബസ് കയറി പോകണം, അതല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കണം. അപ്പോൾ അപ്പോഴത്തെ ഒരു വീട്ടിലെ അവസ്ഥ വെച്ചിട്ട് അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ പിന്നെ തൽക്കാലം ഡിഗ്രി വരെ എത്തിയല്ലോ, അത് പാസ്സായിട്ടുണ്ടല്ലോ എന്നുള്ളതിൽ നമ്മളൊരു 2 വീലറിൻ്റെ ഷോറൂമിലേക്ക് തൽക്കാലത്തേക്ക് മാറി, അവിടെ റിസപ്ഷനിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ റേഡിയോ, അതായത് നല്ലൊരു ഉൾപ്രദേശത്താണ്, കറണ്ടൊന്നും കിട്ടിയില്ല. 19 വയസ്സ്, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് കറണ്ട് കിട്ടുന്നത് തന്നെ വീട്ടിൽ. അപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്നത് റേഡിയോയാണ്, പത്രം വരുത്തുന്നില്ല. അതായത് ആ ഒരു അവസ്ഥ അറിയായിരിക്കുമല്ലോ. നമുക്കങ്ങനെ എക്സ്ട്രാ ഒന്നിനേക്കും നീക്കി വെക്കാനുള്ളൊരു ഇതില്ല. വീട്ടിൽ കൃഷിയാണ്, കൃഷി കൊണ്ട് അത്രത്തോളം പോവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കൂലിപ്പണിക്ക് പോകേണ്ടി വരും. അച്ഛൻ അങ്ങനെ ഒരു ഇതിലൊക്കെയാണ്. അവിടെ നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് 3 മക്കൾ, അനിയനും അനിയത്തിയും കൂടെ. അപ്പോൾ ഈ റേഡിയോ കേൾക്കുമ്പോൾ എപ്പോഴും ഈ ഇതിലെ ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കോഴിക്കോട് ആകാശവാണിയിൽ അവിടുത്തെ സ്റ്റേഷൻ ഡയറക്ടർ നടത്തുന്നത്. അതിലിപ്പം ഇങ്ങനെ ഓരോ വയ്യാത്ത ആളുകളെ സഹായിക്കുക, ചികിത്സാ സഹായം ശരിയായി കൊടുക്കുക, അതായത് ഇവരൊരു മീഡിയേറ്ററായിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് തോന്നി, കത്തെഴുതിയിട്ട്. അത് കണ്ടപ്പം വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ലെറ്റർ വിട്ടു സ്റ്റേഷൻ ഡയറക്ടർക്ക്. ഇങ്ങനെ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് പറ്റില്ല, സാറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മാർക്ക് ലിസ്റ്റൊക്കെ വെച്ചിട്ട് ഒരു ലെറ്റർ അയച്ചു. അപ്പോൾ എനിക്ക് തിരിച്ച് കോള് വന്നു. അടുത്ത വീട്ടിലെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിരുന്നു. അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കണ്ടപ്പോൾ അവർ തൃശ്ശൂരുള്ള ഒരു ഫാമിലി ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ പഠിക്കാനുള്ള എന്തെങ്കിലും ഫിനാൻഷ്യലി അവർ ചെയ്യുമായിരിക്കും വയനാട്ടിൽ തന്നെ. പക്ഷേ അവിടെ പോയപ്പോൾ പറഞ്ഞു അതെത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് അറിയില്ല, ഒരാളങ്ങനെ ഇതാവുക എന്നുള്ളത്. ഒരു ഓപ്ഷൻ ഉള്ളത് തൃശ്ശൂർ ഒരു ഫാമിലി ഉണ്ട്, അവർ പഠിപ്പിക്കാമെന്ന് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി നിൽക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ വീട്ടിൽ അത് പറയാൻ പോലും പറ്റില്ല. കാരണം അച്ഛൻ എങ്ങോട്ടും അങ്ങനെ വിടില്ല. വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലേക്ക് ഒന്ന് പോകുന്ന ഭയങ്കര കുറച്ച് സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഞാൻ പോയി പറഞ്ഞ് ബന്ധുക്കളെ കൊണ്ടും അയൽവക്കക്കാരെയൊക്കെ കൊണ്ടൊക്കെ അച്ഛനെ പറഞ്ഞ് അങ്ങനെ പഠിക്കാൻ പറ്റുന്ന നമുക്കോ പറ്റുന്നില്ല, അതിനൊരു അവസരം കിട്ടുമ്പോൾ നമ്മളത് പിന്നെ തടയുകയല്ല ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ, അത് പഠിച്ച് ഇതാവട്ടെ, അങ്ങനെ ആഗ്രഹമല്ലേ, നന്നാവാനുള്ളതാണ്, നമുക്ക് തന്നെ ആ കുട്ടിക്കെങ്കിലും വേറൊന്നുമില്ലെങ്കിൽ അവർക്ക് നിൽക്കാനുള്ള ഒരു ഇതായില്ലേ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അച്ഛനെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തിട്ടാണ് തൃശ്ശൂർ എത്തുന്നത്. തൃശ്ശൂർ ഒരു ഫാമിലിയിൽ ഒരു ഹസ്ബൻഡും വൈഫും ഡോക്ടറാണ്. അങ്ങനെ ഒരു ഫാമിലിയിലാണ് വന്നത്. ആക്ച്വലി എനിക്ക് അവരെ എന്താ പറയാ, എനിക്ക് നെഗറ്റീവ് ഇപ്പോഴൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എന്നെ അങ്ങനെ ഒരു അവര് എന്നെ ഇൻവൈറ്റ് ചെയ്തത് കൊണ്ടാണ് എൻ്റെ ലൈഫ് ആ പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറിയത്. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവാന്ന് തോന്നുന്നത് പിന്നീട് ഒരു കാലത്ത് നമുക്ക് തോന്നും അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമായിരുന്നു എന്ന്. അത് കാരണം ഞാൻ അങ്ങനെ ആ ഒരു വശത്തേക്ക് പോകുന്നില്ല. അവരെന്താ അവിടെ വന്ന് ഞാനവിടെ പോയപ്പം കുറച്ച് ലേറ്റായിപ്പോയി. ആ അക്കാദമിക് ഇയർ കഴിയുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, നെക്സ്റ്റ് ഇയർ നോക്കാമെന്ന്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇയർ വരാം, ആ സമയത്ത് വരാമെന്ന് പറഞ്ഞപ്പം അവർ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കും കൂടെ ഉള്ളതാണ്, അപ്പോൾ ഇവിടെ തൃശ്ശൂരൊക്കെ ഒന്ന് പരിചയമാവാം, പഠിക്കേണ്ടതല്ലേ, അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് പരിചയപ്പെടാം, അങ്ങനെ ധൃതിയിൽ പോകണ്ട, നമുക്ക് വടക്കുന്നാഥിനും പുത്തൻപള്ളിയും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, നമുക്ക് റൗണ്ടൊക്കെ കണ്ട് പരിചയമായി കോളേജിലേക്ക് പോകാനും. അങ്ങനെ അപ്പോൾ അച്ഛനെ അങ്ങനെ പറഞ്ഞ് ഇതായി ഞാനും നിന്നു. അപ്പോൾ അവിടെ നമുക്ക് പറഞ്ഞാൽ നമ്മളെ ഇനി പഠിപ്പിക്കാനുള്ളവരാണ്, നമുക്ക് വേണ്ടിയിട്ട് ഒരു പരിചയമില്ലാത്തവർ നമ്മളെ സഹായിക്കാന്ന് ഏറ്റത്. അപ്പം ഞാൻ എനിക്ക് പറ്റാവുന്ന എല്ലാ ഇതും, അതായത് അടുക്കള ജോലിയല്ല, അല്ലാത്ത വീട്ടുപണി അല്ലാത്ത ബാക്കിയെല്ലാം ക്ലിനിക്കിൽ അത് പേഷ്യൻസ് വരുമ്പോൾ അവരെ നോക്കൽ, അവരെ അങ്ങനെ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചു. BP നോക്കൽ, അങ്ങനെ ചില്ലറ ഇതല്ലേ. പിന്നെ എക്സ്റേ ലാബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ പഠിച്ചെടുത്തു. അപ്പോഴും എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അവർക്ക് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഈ അഡ്മിഷൻ ടൈം നോക്കിയിരിക്കുക. നോക്കുമ്പോൾ അഡ്മിഷൻ ടൈമായിട്ടൊന്നും യാതൊരുവിധ ഒരു ആപ്ലിക്കേഷൻ വാങ്ങാനോ അങ്ങനെയുള്ള ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ തന്നെ എനിക്ക് അപ്പോഴത്തേനും പരിചയം എപ്പോഴും വരുന്ന പേഷ്യൻസും, പിന്നെ അവിടെ ഒരു ഏജായ ഒരു അമ്മാവനുണ്ട്, അവർക്കും അത്യാവശ്യം ഉള്ളൊരു ഗവൺമെൻറ് റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ്, വയസ്സായാലും. അപ്പോൾ അവരെ കൊണ്ടൊക്കെ ഞാൻ ആപ്ലിക്കേഷൻ ഫോമും പ്രോസ്പെക്ടക്സൊക്കെ വാങ്ങി. എന്നിട്ട് ഞാൻ തന്നെ ഫില്ല് ചെയ്ത് ഞാൻ ആ ടൈമായപ്പോൾ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ എല്ലാത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് പേരെയൊക്കെ അവിടെ നിന്നവരെയൊക്കെ പതുക്കെ വിട്ടിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അവരെ ആ കുറവ് നമ്മൾ ഡേ ഫുൾ ഉണ്ടല്ലോ, ഡേ നൈറ്റ് ഉണ്ടല്ലോ. അല്ല മിടുക്കെന്നല്ല, നമ്മൾ അവിടെ നമുക്ക് ആത്മാർത്ഥത കൊണ്ടാണ്. നമ്മൾ 2 വർഷം നമ്മുടെ ഫുൾ ചെലവ് അവര് ഇതായി പഠിക്കാൻ ഇഷ്ടംപോലെ നല്ല പൈസ ചെലവുണ്ടല്ലോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കാണിച്ചില്ല. അപ്പം ഞാൻ വന്നത് ഇതിനാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ തന്നെ IAS വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ബേസ് ഡിഗ്രിയാണ്. ഡിഗ്രി 50% മാർക്കുണ്ട്. അതിന് 50% ഉണ്ടെങ്കിൽ നമുക്ക് സിവിൽ സർവീസിനടക്കം പോവാം, അതുണ്ടല്ലോ. പിന്നെ PG അങ്ങനെ അതിന് അവസാനമില്ല. അത് കഴിഞ്ഞ് അത് അങ്ങനെ കുറേ. അപ്പം നമുക്ക് തൽക്കാലം ഇതിനേക്കാളൊക്കെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആതുര സേവനമാണ്. അതല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതത്രയും മഹത്തായ കാര്യം തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് ആ ഒരു ഫീൽഡല്ല. എനിക്കെന്തോ എനിക്ക് നമ്മുടെ മനസ്സുമായിട്ടുള്ളൊരു ഇതാണ്. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ആ ഒരു രീതിയിൽ പോകണമെങ്കിൽ നമുക്ക് വയനാട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കയറുകയോ അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ്ങിന് പോവുകയോ ചെയ്യാമായിരുന്നു. അപ്പോൾ എനിക്കത് വലിയ വിഷമമായി. കാരണം ഞാൻ ഇവരിൽ നിന്ന് ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, 2 വർഷം കഴിയട്ടെ, നല്ലൊരു കല്യാണ ആലോചന നല്ലൊരു ബന്ധം വന്നാൽ ഞങ്ങൾ
കല്യാണം കഴിപ്പിച്ച് വിടാം, അച്ഛനങ്ങനെ ഒരു ബാധ്യതയൊന്നും ഇനിയാവില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ഇനി എനിക്ക് നോക്കുമ്പോൾ അതൊന്നും കല്യാണം ഒന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു ചിന്തയ്ക്കുള്ളൊരു സ്കോപ്പ് പോലും അപ്പോൾ ഇല്ല. അപ്പോൾ 20 വയസ്സ്, ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കാന്ന് പറഞ്ഞൊരു ഇതിലാണ് വന്നത്. പിന്നെന്ന് വെച്ചാൽ വയനാട്ടിൽ എല്ലാവരുടെ അടുത്തും ഞാൻ PGക്ക് ഇവിടെ ചേർന്നു പറഞ്ഞു. അതെ, ഇവിടെ പോയിട്ട് ഇങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുക എന്ന് പറയാനുള്ളൊരു അതാ കുറേ കാര്യങ്ങൾ നമുക്ക് അന്നത്തേക്ക് ആ ഒരു ചിന്താഗതിയിൽ ഇപ്പം മാറി. ഇപ്പം നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അന്ന് അയ്യോ അവരെന്ത് വിചാരിക്കും ഇങ്ങനെ പറഞ്ഞാൽ അത് എന്ത് എവിടെ ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു വീട്. പിന്നെ PGക്ക് ചേർന്നു ഹോസ്റ്റലിൽ നിൽക്കുക, ഇത്രയേ നമ്മൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളൂ. അവിടേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ, അതായത് ഒരു നാട്ടിൻ ഇപ്പം പോലും നമ്മൾ നമ്മുടെ ചുറ്റൊന്ന് കണ്ടറിയാം, എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടിയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് അത് മാറും. അപ്പം അന്ന് ഒരു പോയി 6 മാസം കഴിഞ്ഞ് PGക്ക് പഠിക്കാൻ പോയ ആൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കാൻ വയ്യ. അമ്മയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു. അമ്മ ആദ്യം പറയുന്നത് ഈശ്വര നാട്ടുകാരോടൊക്കെ ഇനി എന്ത് പറയും, അതായത് നാട്ടുകാരെന്ത് വിചാരിക്കുന്നുള്ളതാണല്ലോ ഏറ്റവും. അതെ, അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് പറഞ്ഞിട്ട് പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ആകെ വിഷമത്തിലായി, എൻ്റെ ആത്മാർത്ഥതയൊക്കെ അങ്ങ് കുറഞ്ഞു. അതായത് നമുക്കങ്ങോട്ട് ആ ഒരു മൂവ്മെന്റ് കിട്ടുന്നില്ല. മറ്റേത് ഓടി നടന്ന് 6 മണിയാകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ക്ലിനിക്കിൽ റെഡിയായി. പിന്നെ നൈറ്റും ഓവർനൈറ്റും ഒക്കെ പേഷ്യൻസ് വരും. അവർ വന്ന ഡോക്ടേഴ്സിനെ അറിയിക്കല് നല്ല എന്താ പറയുക, വർക്ക് നന്നായിട്ടുണ്ടായിരുന്നു, റെസ്റ്റ് ഇല്ലാതെയാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ഒരു നമ്മുടെ സ്പീഡൊക്കെ അങ്ങ് കുറഞ്ഞു, ആകെ മാനസികമായിട്ടങ്ങ് തളർന്നു. എന്നാലും ഇതായി. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് നാളും കൂടെ നോക്ക്, എങ്ങനെയും 1 വർഷം. അപ്പോൾ പറയാലോ 1 വർഷം കഴിഞ്ഞിട്ട് ഇതായിരുന്നു. അപ്പം ഞാനും ഓർത്തു എന്തായാലും വന്നു കുറച്ച് നാളും കൂടി ഇങ്ങനെ അങ്ങ് പോകാന്നുള്ളതിൽ അവിടെ തന്നെ. പക്ഷെ ഫുൾ കരച്ചിലായിരുന്നു, കരഞ്ഞ് വിളിച്ച. പിന്നെ ഞാൻ അത്രയും കാലം സന്തോഷമായിട്ട് ഇങ്ങനെ ഓടി നടന്ന ഞാൻ അതോടുകൂടെ ഡള്ളായി. എനിക്ക് പിന്നെ എൻ്റെ കൂടെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പരിചയപ്പെട്ടതാണ്. അമ്പലത്തിൽ പോകുമ്പോൾ സൺഡേ അമ്പലത്തിൽ പോകും അവിടെ തൊട്ടടുത്ത്. അപ്പോൾ ആ കുട്ടിയൊക്കെ കോളേജിൽ പോയി തുടങ്ങി. നമ്മുടെ അതിലെ പോകുമ്പോൾ നമുക്കത് കാണുമ്പോൾ വിഷമം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ഇവർ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സാണ് അവർ, ഇങ്ങനെ വന്നു. അപ്പം ഇങ്ങനെ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തി അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവൾക്കൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഡോക്ടേഴ്സ് എന്നുള്ള നിലയിൽ ഇവർ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ അവൾ ഒരാഴ്ചത്തേക്ക് വന്നതാണ്, അവളുടെ അസുഖം എന്താണെന്ന് നോക്കാൻ വേണ്ടി. അപ്പം ഹസ്ബൻഡിനെ അവരെ കണ്ട് പരിചയം എന്നല്ലാതെ നമുക്കങ്ങനെ നിന്ന് സംസാരിക്കാനോ അതിനൊന്നുള്ള ടൈമില്ല. അത്രയേറെ തിരക്കും പേഷ്യൻസ് ഓടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തെ ഞാൻ കാണാറുണ്ട് ഇടയ്ക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഈ അനിയത്തി ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ. അവിടെ ചേച്ചി പഠിക്കാൻ വന്നതാണല്ലോ, ക്ലാസ്സൊക്കെ തുടങ്ങിയില്ല, ജൂണൊക്കെ കഴിഞ്ഞില്ലേ, എന്താ ഇതൊന്നുമില്ല. അപ്പം അവൾ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഞാനും അറിയുന്നത് ചേച്ചീനെ പഠിക്കാൻ പറ്റില്ല, അതിൻ്റെ വിഷമത്തിൽ. ഞാനും കരുതി പണ്ട് നന്നായി സംസാരിച്ചിരുന്നു, ഇപ്പം മിണ്ടുന്നില്ല, എപ്പോഴൊരു വിഷമത്തിലാണ് നടക്കുന്നത്. അപ്പം എനിക്കും തോന്നി എന്തോ ഒരു വിഷയം ഉണ്ടെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇവർ സംസാരിച്ചു. അനിയത്തി പറഞ്ഞു ചേച്ചിക്ക് ഭയങ്കര വിഷനാണ്, ചേച്ചി പഠിച്ച് ജോലി വാങ്ങിയിട്ട് ഞങ്ങളെയൊക്കെ ഇതാവണമെന്നും വീട് വാങ്ങണമെന്നും അങ്ങനെയൊക്കെ കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു ഇതിലാണ് വന്നത്. ഇവിടെ എത്തിയപ്പോൾ അത് മുഴുവനും പോയി എന്നുള്ളൊരിതാണെന്നാണ്. അപ്പോൾ ഇവളതൊക്കെ പറഞ്ഞ് അവൾ പോയി. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വരവിനാണ് ഇങ്ങനെ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും തിരിച്ചു പോവുകയാണ്, കുറച്ച് നാളും കൂടി ഒന്ന് നിന്നിട്ട് പെട്ടെന്ന് പോകാമെന്ന് പറയുമ്പം ഇതല്ലേ ഒരു 6 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോഴാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ നിൽക്കാൻ തന്നെ വിഷമം, പക്ഷേ പോകാനും വേറെ നിവൃത്തിയില്ല. ആ ഒരു ഇത് പറഞ്ഞു, ടൈം വൈകിയിട്ടില്ലെങ്കിൽ കോളേജിൽ അഡ്മിഷൻ എടുത്തോളൂ, ഹോസ്റ്റലിലേക്ക് ഇവിടെ ഹോസ്റ്റലുണ്ട്, വിമൻസ് ഹോസ്റ്റൽ, അതിലേക്ക് മാറിയാൽ മതി, ഞാൻ പിന്നെ നോക്കിക്കോളാം. പുള്ളി അപ്പം പോലീസിലേക്ക് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു അപ്പോൾ പ്രൈവറ്റിലായിരുന്നു ആ സമയത്ത്. അത് പക്ഷെ നന്നായിട്ട് എന്താ പറയുക ഈ എൻജിനീയറിങ് സംബന്ധമായിട്ടുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ആൾക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട്, വീട്ടിലൊന്നും കൊടുക്കണ്ട. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് പിന്നെ ചിലവൊന്നുമില്ല, എൻ്റെ പൈസയൊക്കെ എനിക്ക് തന്നെ, അതുകൊണ്ട് ആരും എന്നോട് ചോദിക്കൊന്നുമില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ അപരിചിതനായിട്ടൊരാൾ, ജസ്റ്റ് കണ്ടു പരിചയമുള്ളൂ.
ഇദ്ദേഹം ഇങ്ങനെ ഒരു ഓഫർ ചെയ്യുന്നത് എനിക്കാണെങ്കിൽ ഇവിടെ ആരെയും അറിയില്ല, തൃശ്ശൂർ ആരെയും അറിയില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു ഓഫർ ചെയ്യുമ്പോൾ ഇനി ഇദ്ദേഹം ഇതിന്റെ പുറത്ത് ഇനി എന്ത് സുന്ദരിയെ കണ്ടിട്ടാണോ? അയ്യോ സുന്ദരി അയ്യോ സുന്ദരിയായതുകൊണ്ടല്ല, അല്ല എന്റെ ഗതികേട് കണ്ടിട്ടാന്ന് തോന്നുന്നു. അല്ല അനിയത്തി പറഞ്ഞതിൽ നിന്ന് ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ചുള്ള ഒരു ചിത്രം കിട്ടിയല്ലോ. അപ്പോൾ സാധാരണ എല്ലാവർക്കും തോന്നുന്നൊരു അതായിരിക്കും, എനിക്ക് എൻ്റെ അപ്പം എന്നോട് പറഞ്ഞു, എന്നോട് ആരും ചോദിക്കാനോ പറയാനൊന്നും വരില്ല, എൻ്റെ പൈസ എൻ്റെ കയ്യിൽ, സങ്കടം കണ്ടപ്പോൾ സഹായിക്കണം. അപ്പോൾ പഠിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഇനി അടുത്ത എനിക്കറിയില്ല ഇത് നാട്ടിൽ നമ്മൾ ഞാനൊരു പ്രദേശത്ത് അല്ലെങ്കിൽ ഇതാ പറയല്ല, വയനാട് എന്നൊക്കെ പറയുമ്പം നമ്മൾ കണ്ടിരിക്കുന്ന ഒരു 100 പേരുടെ കയ്യിൽ 99 പേരും ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ഒരു ഇത്, നമ്മൾ അയൽവക്കം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടി വേർതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതല്ല, ഒരു ഫാമിലിയാണ്. ഒരു കല്യാണം നടന്ന ആ വീട്ടിലെ A to Z കാര്യങ്ങൾ കല്യാണ വീട്ടിലുള്ളവരല്ലല്ലോ ചെയ്യുന്നത്, എല്ലാവരെയും സഹകരണത്തോടെ. പക്ഷെ കുറച്ചുകൂടെ ടൗണ് ഇതിലേക്ക് വന്നപ്പം അങ്ങനെയൊന്നും അല്ല, മതിലുകൾ കണ്ടു തുടങ്ങി. കല്യാണത്തിനൊന്നും ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യാ വരിക, മറ്റത് അതല്ല, 2-3 ദിവസം തൊട്ട് അവിടെ തന്നെയാണ്. അത് നമ്മൾ പണ്ടത്തെ സിനിമകളിലേക്കുള്ള ആ ഒരു ഇത് തന്നെയാണല്ലോ. അപ്പൊ എനിക്ക് മൊത്തത്തില് ചുരം അങ്ങോട്ട് ഇറങ്ങിയാൽ ആളുകൾ ശരിയല്ല ഒരു ചെറിയൊരു എന്താ. അപ്പൊ ഇനി അപ്പൊ ഇയാള് തന്നെ എന്തുദ്ദേശത്തിലാണ്, ഇദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, ഫാമിലി ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇനി അടുത്ത വല്ല ഇതിന്റെ പുറത്ത് ഇനി നമ്മളെ ഞാനല്ലേ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇനി പുതിയ ഇതുമായിട്ട് വന്നാൽ പെട്ടുപോയില്ലേ. അതെ, ഞാൻ പറഞ്ഞു തൽക്കാലം ഒന്നിനും ഇല്ല, പോവുകയാണ്. പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇതാവും, അല്ലാതെ ഇനിയിപ്പോൾ നിൽക്കുന്നില്ല. പിന്നെ ഹോസ്റ്റലിലൊന്നും നിൽക്കുക, അത് വേറൊരാളിങ്ങനെ ഇത് ഞാൻ വീട്ടിൽ എന്ത് പറയും, ഇത് കണ്ടിട്ട് ഒരാൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നാ ആളുടെ ചെലവിൽ പഠിക്കട്ടെ എന്ന് പറയും. അച്ഛനോട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു ഇതാന്ന് പറഞ്ഞിട്ടില്ല അച്ഛനോട്. കാരണം ഞാൻ അത്ര നിർബന്ധം പറഞ്ഞ് വന്നതാ, അച്ഛനോട് പറഞ്ഞിട്ടേ ഇല്ല. അമ്മയും ഞാനും മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ പഠിപ്പ് നടന്നിട്ടില്ല എന്നുള്ള കാര്യം. ക്ലാസ്സിന് പോകുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നുണ്ട് എന്ന് അച്ഛനോട് പറയുന്നത്, അല്ലെങ്കിൽ ശരിയാക്കും, എന്തായിരുന്നു ഓടിച്ചാടി പോയിട്ട് എന്ന് ചോദിക്കുക. അപ്പം പിന്നെ എന്തെങ്കിലും പറഞ്ഞങ്ങ് പോവാന്നുള്ളതിലാണ് നിന്നത്. പിന്നെ ഡിസ്റ്റൻസ് ആയിട്ടോ അങ്ങനെയൊക്കെ നോക്കാം എന്നൊക്കെ. എന്തിനാണെങ്കിലും ഈ ഒരു ബാരിയർ ഉണ്ടല്ലോ, സാമ്പത്തികം എന്ന് പറയുന്നത്, അതപ്പോൾ വലിയ ഒരു ഇത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞു തീരുമാനിച്ചോ എന്ന് വെച്ചാൽ ഞാൻ അത് തീരുമാനിച്ചു, ഞാൻ എന്തായാലും പോകും, ഇതൊന്നും ശരിയാവില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു പോകാൻ വരട്ടെ, ഞാൻ ഒരു കാര്യം പറയാം, പിന്നെ എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതെയോ, ഒന്നും ശരിയാവുന്നില്ല, എന്തോ ജാതകം എന്തോ പ്രശ്നം, എന്താ ശുദ്ധജാതകം അങ്ങനെ എന്തോ. അപ്പോൾ അതിങ്ങനെ നോക്കി മോശം കാര്യമായിരുന്നു, ഇവിടെ നല്ല കാര്യമായിരുന്നു. അതെ. അപ്പൊ കുറെ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞു, ശരിയാവുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ, എന്തായാലും ഒത്തിരി എന്നെ പോലെ ഒരു ഇതല്ല, കുറച്ച് ആണാണ്. എന്നാലും ഇപ്പൊ കല്യാണം ഇപ്പൊ എന്തായാലും 2 വർഷം 1-2 വർഷം കഴിഞ്ഞാൽ കഴിക്കണമല്ലോ. പക്ഷെ ഇത്രയും കരുത്തുള്ള ഒരാളുടെ അടുത്ത് അന്ന് ഇത്രയും കരുത്തുണ്ടോ? ഇല്ല, അന്ന് ഞാൻ വയനാടുകാരിയായിരുന്നു. അതെ, വയനാട്ടുകാരിയായിരുന്നു എന്ന് മാത്രല്ല, ഈ ഒരു ഇൻസിഡന്റ്, ഈ ഒരു പഠിപ്പ് മുടങ്ങിയതിന് ശേഷം ഞാൻ ഫുള്ളി ഡള്ളായിട്ടിരിക്കുന്ന ഒരാളാണ്. എന്നെ ഒരാൾ വന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ കരയുന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. അത് ഭയങ്കര ഇതായിരുന്നു. അതായത് നമ്മുടെ പ്രതീക്ഷ പോയിട്ടുള്ള ഒരു, പിന്നെ ഇനി എന്ത് എന്നുള്ളത് അറിയാത്തൊരു അതല്ലേ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ആൾക്ക് പറയുന്നതിന് ഒരു പേടി ഉണ്ടായില്ല. അപ്പം പറഞ്ഞു എന്തായാലും നിങ്ങൾ കല്യാണം ഡോക്ടർ അവർ പറഞ്ഞല്ലോ കല്യാണം ആലോചിക്കുന്ന, അപ്പം എന്തായാലും കല്യാണം കഴിക്കണം. അപ്പം എന്നാ കല്യാണം കഴിച്ചിട്ട് പഠിപ്പിച്ചാൽ കുഴപ്പമില്ലല്ലോ. ഹസ്ബൻഡ് അല്ല വൈഫിനെ പഠിപ്പിക്കുന്നതുകൊണ്ട് നാട്ടുകാരൊന്നും പറയില്ല. ഇനി അതിൻ്റെ പുറത്ത് വേറെ ഇത് പറഞ്ഞത് ഞാൻ ഇതിൻ്റെ പുറത്ത് വേറെ വല്ലതും പ്രശ്നമായിട്ട് വരുന്നല്ലേ, അപ്പം ആ വിഷയവും ഇല്ല. അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെ തന്നെ നറേറ്റ് ചെയ്യാനുള്ള മിടുക്കുണ്ടായല്ലേ. അപ്പൊ നിങ്ങളെക്കാളും ബുദ്ധിമാനാണ് കേട്ടോ. എല്ലാവരും പറയും ഭയങ്കര മിടുക്ക് ഞാനാണ്, പക്ഷെ ഞാൻ കണ്ടതില്ല എന്നേക്കാള്. പക്ഷെ നമ്മളെന്താന്ന് 5 മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് മനസ്സിലാവും. പക്ഷെ ഇദ്ദേഹത്തിനൊക്കെ ഒന്ന് അറിഞ്ഞു വരുമ്പോ കുറച്ച് സമയം പിടിക്കാതെ. അപ്പൊ
അങ്ങനെ പറഞ്ഞിട്ട് പോയി, വണ്ടി എടുത്ത് പെട്ടെന്ന് പോയി. ഞാൻ എൻ്റെ മറുപടി കേൾക്കാൻ ഒന്നിനും നിന്നില്ല. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് രാത്രിയൊക്കെ ഇങ്ങനെ സംഘർഷഭരിതമായ രാത്രി, കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇനി പിന്നെ എന്തൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ പറഞ്ഞ പോലെ ജാതകന്. ഇവർക്കത് ഇഷ്ടാവൂ, ഞാനാണെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരാള്, ഇവരെ വീട്ടുകാർക്ക് എങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ആ ചെറിയ മനസ്സിൽ ആലോചിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഓ അതൊക്കെ ഉണ്ടായി, വേറെ ലെവൽ. അതായത് നമ്മുടെ നാട്ടിൽ അറിയാലോ ഒരു കല്യാണം വരുമ്പോ എന്തൊക്കെ, ഒന്ന് ജാതി മതം, അത് പിന്നെ അത് കഴിഞ്ഞ സാമ്പത്തികം, പിന്നെ കുടുംബ പാരമ്പര്യം, ഇങ്ങനെ കുറേ ഘടകങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊന്നും ഇപ്പം നമ്മൾ അതല്ലാതെ എത്രയോ കല്യാണങ്ങളും എത്രയോ പേര് സന്തോഷമായിട്ട് ഇതെല്ലാം തികഞ്ഞ് കല്യാണം കഴിച്ചവര് പാതി വഴിക്ക് വെച്ച് പിരിയുന്നതും ഒക്കെ കണ്ടു. അപ്പം നമുക്ക് മാനദണ്ഡങ്ങളിലൊന്നും വലിയ കാര്യമില്ലാന്ന് ഇപ്പം അറിയാം. പക്ഷെ അന്ന് അതൊക്കെ വർക്കൗട്ടാവും തോന്നുന്നില്ല, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് ഇതാന്നുള്ളതാണ് എനിക്ക്. പിന്നെ എനിക്ക് ഇദ്ദേഹത്തെ മൊത്തത്തിൽ ക്യാരക്ടർ സംസാരം കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ അന്വേഷണം തുടങ്ങി. അതായത് ആ ആളുടെ വീടിന്റെ ഭാഗത്തുനിന്ന് വരില്ലേ, അവരെ കേട്ട് വെറുതെ അങ്ങോട്ട് കയറി സംസാരിക്കും. പേഷ്യൻസ് അങ്ങനെ ഇവിടെ വരുന്ന ഇദ്ദേഹത്തെ അറിയില്ലേ, ഹരിയേട്ടനെ അറിയാം, അപ്പം ഞാൻ അവിടെ വരാറുണ്ട്. ഞാൻ പറഞ്ഞ അവര് എങ്ങനെയാ അവര് വീട്ട് അവര് അങ്ങനെയാണോ ഇങ്ങനെയാണോ, അയ്യോ അവൻ നല്ല പയ്യനാണ്, അങ്ങനെ ഇങ്ങനെ ഗംഭീര, അങ്ങനെ എന്നാ അത് അന്വേഷിക്കാൻ തോന്നാത്ത വിധത്തില്. പിന്നെ ഞാൻ എന്താ പറയാ അറ്റയ്ക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചു, വെറുതെ ഒരു നെഗറ്റീവ് പോലെ, അയാള് എങ്ങനെയാ ഇവിടെ വന്ന് ഇരിക്കണ്ട്, ആളെങ്ങനെയാ, അയ്യോ ഹരി പിന്നെ ഒന്നും ഇതാവരുത് കേട്ടോ, ഹരി അത്ര മിടുക്കനാണ്, ഞങ്ങൾ അത്രയും വിശ്വാസമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അവരിത് അറിയുന്നില്ല. അപ്പൊ എല്ലാവരും നോക്കുമ്പോൾ പോസിറ്റീവായിട്ട്. പിന്നെ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരാളോട് പെരുമാറ്റത്തിൽ നമുക്ക് 100% കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിലും നന്നായി പെരുമാറിയിട്ട് അവസാനം നാട്ടിൽ വേറെ ഭാര്യയും മക്കളും ഉണ്ട് എന്ന് അറിഞ്ഞ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ആയിക്കോട്ടെ. അവനെ പഠിപ്പിക്കുന്നുള്ളത് ഉറപ്പല്ല, എനിക്ക് ജോലി വാങ്ങണം എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് പറ്റില്ല, അങ്ങനെയുള്ളത് പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ഞാൻ അതാണല്ലോ പറഞ്ഞത് തന്നെ, പഠിക്കാന്നുള്ളതാണല്ലോ പറഞ്ഞത്. അങ്ങനെയാണ് ശരിക്കും 8 ജോലികൾ സ്വന്തം കയ്യിലേക്ക് എത്തുന്ന ഒരു പഠിപ്പിസ്റ്റായി മാറിയത്. പഠിപ്പിസ്റ്റായി മാറിയ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ കോളേജിൽ പോയി പഠിച്ച്, അങ്ങനെയല്ല. അത്രയും ആവേശം ഉണ്ടായില്ല. അതായത് നമ്മളെപ്പോഴും സ്ട്രഗിൾ ചെയ്യപ്പോഴാന്ന് വെച്ചാൽ നമ്മള് അത്രയും നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോ, ഞാൻ പോയതൊരു കംഫർട്ട് സോണിലേക്കായിരുന്നു. അതായത് നിറയെ ആൾക്കാർ വീട്ടില്, ജോലിയൊന്നുമില്ല വലിയ കാര്യമായിട്ട്. ഇദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്ന അത്രയും നല്ലൊരു അമ്മ. അതായത് ഒരു കാര്യത്തിലും ഒന്നിനും ഒരു അഭിപ്രായമോ നിർദ്ദേശങ്ങളോ ഒന്നുമില്ല. ഇത്ര മണിക്ക് എഴുന്നേക്കണം, ഇത് ചെയ്യണം, ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് വരാം, 7 7:30 8. അവരെന്താ ഇത്ര ലേറ്റായ, എന്താ, ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു അമ്മ, പിന്നെ എന്താ പറയാ, വളരെ ജോലിയൊന്നും ചെയ്യണ്ട, ഇഷ്ടം. അപ്പം ഒരു വർഷം അങ്ങനെ അങ്ങ് പോയി. പിന്നെ അതെ എന്നാ പോലും നമുക്ക് എപ്പോഴും ഉള്ളിൽ ഈ ഒരു വീട്ടുകാരുടെ ആ ഒരു ഇത് നമുക്ക് എപ്പോഴും, അതായത് ഇവിടെ എത്ര സന്തോഷമായിട്ടാണെങ്കിലും നമുക്ക് അവരെ ആലോചിക്കുമ്പോൾ എപ്പോഴും ഒരു നമ്മളൊരു സംതൃപ്തിയിലാവണമെങ്കിൽ, നമുക്കൊരു സന്തോഷം വരണമെങ്കിൽ ഇവരും കൂടെ സന്തോഷത്തിൽ ഇരിക്കണമല്ലോ, അല്ലാതെ നമ്മൾ മാത്രം ആഘോഷമായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതെപ്പോഴും ഉള്ളിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ 1.5 വർഷം കഴിഞ്ഞപ്പോൾ മൂത്ത മകനുണ്ടായി. പിന്നെ അവൻ്റെ കാര്യങ്ങൾ, ചെറിയ കുഞ്ഞല്ലേ, അങ്ങനെ 2.5 വർഷം അങ്ങനെ പോയി. അപ്പം പിന്നെ എനിക്കിങ്ങനെ തോന്നി, ഞാൻ കുറേ ലക്ഷ്യങ്ങള് കുറേ സംഭവങ്ങളൊക്കെ വിചാരിച്ച വന്ന് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ ലൈഫ് ഇങ്ങനെ പോകുന്ന പോലേക്ക്, അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും ഇതായില്ല. പഠിക്കാൻ വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പറയണ്ടേ എന്നാ പഠിപ്പിക്കാൻ, അന്നാ അതും ഉണ്ടായില്ല. പിന്നെ മോനുണ്ടായപ്പോൾ ശ്രദ്ധ, മോൻ്റെ ഒരു കാര്യവും അവനുള്ളതായി പ്രിഫറൻസ്. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ പോയത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഇത് ഈ ഒരു രീതിയിലല്ലേ പോകാനല്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ PG, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ളതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ജോലിക്ക് വേണ്ടിയുള്ളത് എന്തായാലും
നമ്മുടെ ലക്ഷ്യം ജോലിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്കൊരു നല്ലൊരു ഭർത്താവിനെ കിട്ടണമെന്നോ അല്ലെങ്കിൽ നല്ലൊരു വീട്ടിൽ ഇതാവണമെന്നോ അല്ലെങ്കിൽ ഞാൻ സാമ്പത്തികമായി നന്നായി ജീവിക്കണമെന്നോ ഇതൊന്നുമല്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി, അതൊരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പം ഞാനോർത്ത് ഈ ആഗ്രഹം മാത്രം ബാക്കി അങ്ങനെ കാര്യങ്ങളെല്ലാം ജീവിതം അങ്ങനെ പോകുന്നു. അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഉൾവിളി. അതിൽ നിന്ന് ഞാൻ പറഞ്ഞ മോൻ അത്യാവശ്യം വലുതായി, 2-2.5 വയസ്സായി. അപ്പം പിന്നെ പോയിട്ട് PSC കോച്ചിങ്ങിന് ചേർന്നു. ഒരു 4 മാസം പോയി. എനിക്കിതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായില്ല. ഒരു 4 മാസം കോച്ചിങ്ങിന് പോയി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് 5-6 പേര് കമ്പൈൻ സ്റ്റഡി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇതേപോലെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയതിനു ശേഷം ബോധോദയം വന്നിട്ട് തിരിച്ചറിവ്. അതെ, അങ്ങനെ പിന്നെ പഠിച്ചു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ലിസ്റ്റിൽ ആദ്യം 1-2 എക്സാമിലൊന്നും വന്നില്ല, പിന്നെ വരുന്നതിലൊക്കെ വന്നു തുടങ്ങി. ലിസ്റ്റിൽ വന്നു തുടങ്ങി. അതായത് തൊട്ടടുത്തല്ല, അങ്ങനെ നോക്കി കുറേ എണ്ണം പോകും അതിൽ. പിന്നെ കണ്ടക്ടറായിട്ട് വന്നത് ഫസ്റ്റ് ഒന്ന് വന്നിരുന്നു കണ്ടക്ടറായിട്ട്. അത് പ്രഗ്നൻസി പീരീഡിലായിരുന്നു. അതങ്ങനെ ഒരു പ്രിപ്പയർഡായിട്ട് എഴുതിയ എക്സാം അല്ല, എന്നാലും കണ്ടക്ടർ ലിസ്റ്റ് കുറച്ച് പേര് അധികം എടുക്കുന്ന ഒരു ഇതിലായതുകൊണ്ട് വന്നു. അത് വയനാടാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയൊരു ഇതായിരുന്നില്ല, അങ്ങനെ അത് ഒഴിവായി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം വേറെയുണ്ട്, കിട്ടിയതിന് പോകാൻ പറ്റില്ല. എനിക്ക് കണ്ടക്ടർ ജോലി എനിക്ക് വളരെ ഇഷ്ടമുള്ള ജോലി തന്നെ. അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ ഓഫീസ് വർക്കിനേക്കാളും ഇഷ്ടം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഉള്ളൊരു ജോലിയാണ്. അപ്പം അങ്ങനെയാണ് പോലീസ് എന്നുള്ളൊരു ഭയങ്കര ഇഷ്ടമാണ് പോലീസ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. LD ക്ലർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും നമുക്ക് അത്ര ഒരു ഇതില്ല. എങ്കിലും ട്രെയിനിങ് പീരീഡിൽ തന്നെ 2 LD, ഒന്ന് വയനാട്ടിൽ വന്നതും എഴുതിയതും ഒന്ന് തൃശ്ശൂർ എഴുതിയതും. 2 LD വന്നത് ഈ ട്രെയിനിങ് പീരീഡിലായിരുന്നു. അപ്പോൾ ഒരുവിധം പോലീസിൻ്റെ ട്രെയിനിങ്ങിന്, പോലീസിനും എക്സൈസിനും ഒരുമിച്ചായിരുന്നു ട്രെയിനിങ്ങിന് വിളിച്ചത്. അപ്പം ഞാനോർത്തു എനിക്ക് കുറച്ചുകൂടെ ഇതിനോടാണല്ലോ താല്പര്യം, അപ്പം പോലീസിൽ പോകാൻ ഓർത്തു. ഒരു ദിവസത്തെ വ്യത്യാസത്തിലായിരുന്നു എന്താ പറയുക ഫിസിക്കലും ഒക്കെ. അപ്പോൾ പോലീസിലേക്ക് വന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിൽ CID ആയിട്ട് ജോലി ചെയ്തിട്ടില്ലേ? ആദ്യം വന്നത് സാധാരണ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ. അവിടുന്ന് പിന്നെ പിങ്കിലേക്ക് പോയി. അത് പിങ്ക് ഇതില്ലേ വെഹിക്കിളാ, പിങ്ക് പോലീസ്, അതിലേക്ക് പോയി. അവിടെ നിന്നാണ് പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് സ്റ്റേറ്റ് ഇന്റലിജൻസിലേക്ക് പോകുന്നത്. അത് വേറെ രസമുള്ളൊരു പരിപാടിയാണ്. ജോലി ഡിഫിക്കൽട്ട് ആയിരിക്കും. ജോലി നമ്മളോട് ആരും ഒന്നും ജോലിക്ക് വന്നില്ലേ, ഇത്ര മണിക്ക് വരണം, ഇന്ന ഡ്രസ്സ് ഇടണം ഒന്നും പറയാനില്ല. ഫ്രീ ബേർഡാണ്. പ്രശ്നം നടന്നു നല്ല പണിയാ. നമ്മുടെ ഏരിയയിൽ നമ്മൾ നോക്കുന്ന സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് ആ പ്രശ്നം ഉണ്ടായിട്ട് അയ്യോ ഇവിടെ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റില്ല. അതെ, പറഞ്ഞ നടന്നത് ഞങ്ങൾക്ക് അല്ലാതെ അറിയാം, നടക്കുന്നതിന്റെ മുന്നേ അത് അന്വേഷിച്ച് പറയലാണ്. അപ്പോൾ അതുവരെ ഭയങ്കര സ്റ്റേഷനിലാണെങ്കിലും പിങ്കിലൊക്കെ ആണെങ്കിലും ഭയങ്കര, എനിക്ക് ട്രെയിനിങ് പീരീഡ് തന്നെ അതെ, ഞാൻ വീട്ടിൽ നിന്നിലേക്ക് വരുമ്പോൾ ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. അതിങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് IG അനുമോദന ഇതൊക്കെ തന്നു. അങ്ങനെയുള്ള മാധ്യമ ശ്രദ്ധയുള്ള അവർക്ക് ട്രെയിനിങ് പീരീഡിൽ തന്നെ അത് പറഞ്ഞപ്പോൾ വലിയ. അപ്പം ഞാനൊരു നല്ല എന്താ പറയുക, എനിക്ക് തന്നെയോ ഞാൻ ഭയങ്കര നല്ല പോലീസുകാരിയാന്നൊക്കെ ഓർത്തിരുന്ന. ഈ ഇന്റലിജൻസിലേക്ക് പോയപ്പം മെമ്മോ കിട്ടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് അത്ര. ഞാൻ ഓർക്കുമ്പോൾ യൂണിഫോം ഇടണ്ട, രാവിലെ അതൊരു ചടങ്ങാണ്, ഷൂ ഇട്ട് ബെൽറ്റ് അത് ഇത് തൊപ്പിയാ. അപ്പം അത് വേണ്ട, നമ്മളോട് ആരും ചോദിക്കാനില്ല പറയാനില്ല, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ സ്റ്റേഷനിലേക്ക് പോയാൽ മതി. നമുക്ക് തരുന്ന സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി ഒന്നും പറയില്ല. പക്ഷേ ആ ഏരിയയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, വല്ല സമരം നല്ലൊരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് മുൻകൂട്ടി അറിയിച്ച് നമ്മൾ അവിടെ ഇന്നതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇത്ര സ്ട്രെങ്ത് പോലീസുകാരെ എത്ര പേരെ അവിടേക്ക് വിടേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് സ്റ്റേഷനിലേക്ക് നിർദ്ദേശം വരുന്നത്. ഇത് അത്ര എനിക്ക് അതിന് മാത്രമുള്ളൊരു ജെൻസിനെന്ന് പറയുമ്പോൾ അവര് നമ്മളെക്കാളും കോണ്ടാക്ട്സ് ഉണ്ടാവുമല്ലോ, പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ വലിയ ജേർണലിസ്റ്റൊക്കെ ആയിട്ട് പോയിട്ട് ഓട്ടോറിക്ഷക്കാരോടൊക്കെ പോയിട്ട് അങ്ങനെ പത്രത്തിൽ നിന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ന്യൂസ് കൊടുത്താൽ നമുക്ക്. ജേർണലിസം ആണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഡിഗ്രി.
അപ്പോൾ എന്നെ ഫസ്റ്റ് വിളിച്ചു പറയണം, ഞങ്ങൾക്ക് ഫസ്റ്റ് കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് നല്ല ഇത് കിട്ടും, പോയിന്റ് കിട്ടും, അപ്പുറത്തെ പത്രക്കാരെ അറിയണ്ട. അപ്പോൾ ഏരിയയും ആളൊക്കെ അനുസരിച്ച് പേപ്പറിന്റെ പേരൊക്കെ മാറും. അതെ. അപ്പൊ ഇവരൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് വിളിച്ചു പറയും, അതാ ഇങ്ങനെയുണ്ട്, പോലീസുകാരെ അറിയിക്കണ്ട കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ. പിന്നെ കഞ്ചാവ് അങ്ങനെയൊക്കെയുള്ള ഇതില്ലേ, കഞ്ചാവ് അതൊക്കെ ഇവര് പറയും, എന്നാ അന്നെടുത്ത ആ പയ്യതാണ്, പോലീസുകാരൊന്നും അറിയണ്ട, നിങ്ങളല്ലാതെ ഇതായിട്ട് കൊടുത്താൽ മതി, അങ്ങനെ വല്ലതും വന്നാൽ പറഞ്ഞു തന്നാൽ നമ്മളാന്ന് അറിഞ്ഞിട്ട് വേറെ വിഷയം വരുന്നൊക്കെ. അപ്പൊ അത് അതൊരു ഇതായിട്ട് പറഞ്ഞ് നമ്മളത് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ, അതിലൊരു ആക്ഷൻ വരിക, അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള. പിന്നെ മെഡിക്കൽ കോളേജിൽ കുറേ ഈ വൈകുന്നേരമായി പറഞ്ഞ പോലെ രോഗികൾക്ക് കൂട്ടിരിപ്പ് എന്നൊക്കെ പറഞ്ഞ് അല്ലാത്തവരും വന്ന് കറങ്ങി നടക്കുക, പിന്നെ പോക്കറ്റ് അടിക്കുക, അങ്ങനെയുള്ള അത്രയും ബുദ്ധിമുട്ടിയിട്ടുള്ളവരാണ് അവിടെ ചികിത്സയ്ക്ക് വരുന്നത്. അവരെ പേഴ്സ് അടിച്ചു മാറ്റിയിട്ടും അങ്ങനെയാ. അപ്പം CCTV കൊണ്ടുവരുന്ന ഒരു വിഷയം വന്നു, അതിങ്ങനെ തടസ്സമായിട്ടിരിക്കുകയാണ്. അപ്പം അതിന് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ 1-2 സംഭവങ്ങളൊക്കെ വെച്ച് അത് ആ CCTV വെച്ചിട്ട് അവർ നമ്മളെടുത്ത് മെഡിക്കൽ കോളേജ് അധികൃതർ നമ്മളെടുത്ത് അത് പറയുമ്പോൾ നമുക്ക് അത് ഭയങ്കര സന്തോഷമുള്ള. പിന്നെന്ന് വെച്ചാൽ മൊത്തത്തിൽ അതൊരു നല്ല ജോബായിരുന്നു, പക്ഷെ നമുക്ക് ഉത്തരവാദിത്വം കൂടുതലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സ്റ്റേഷനിലെ ജോലി സിമ്പിളാണ്. രാവിലെ പോകുമ്പം SHO എന്താണോ പറയുന്നത് ആ വർക്ക് ചെയ്യും. ഇന്ന് കോടതിയാണ് പറഞ്ഞാൽ കോടതി, അല്ലെങ്കിൽ ഇന്ന് ജയിലിൽ നിന്ന് ഇന്ന ആളെ എടുക്കുകയാണെന്ന് വെച്ചാൽ അത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റേഷൻ ഡ്യൂട്ടി ആണെങ്കിൽ അവിടെ ആ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. ഇതല്ല, രാത്രി 1 മണി 2 മണി എപ്പോഴാണെങ്കിലും ഇതിങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പാടില്ല, എപ്പോഴും CUGC മോണിലിരിക്കണം. നല്ല ഉത്തരവാദിത്തമുള്ള ജോലിയായിരുന്നു. നിങ്ങൾ നടന്ന വഴിയൊന്നും അത്ര നല്ല വഴികളൊന്നും അല്ല. ഇപ്പോൾ മൗണ്ടനിയറിങ്, ബൈക്കിങ്, ഇതൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണ്, സാധാരണഗതിയിൽ ഇതൊക്കെ ചെയ്യുന്ന പെണ്ണെന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടെയൊക്കെ ഒരു എന്താ പറയുക, ആദ്യമേ തന്നെ അത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ഒക്കെ കാണിക്കുന്ന ഒരു പെണ്ണാണ്. നിങ്ങൾ ചെയ്ത ജോലികളെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയിലുള്ള ജോലികളാണ്. ഒരു അനൗൺസർ ആവുക, പരസ്യം ചെയ്യുക, അങ്ങനെയുള്ള ആള് എന്താ പറയുക, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള ടേസ്റ്റ് ഉള്ള ഒരാൾ പോകുന്നത് നേരെ എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയിട്ട് മൗണ്ടനിയറിങ് ചെയ്യുക, ബൈക്കിംഗ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു സിമ്പിൾ കാര്യമല്ല. അതിനോടൊക്കെ ക്രൈസ് തുടങ്ങിയത് എപ്പോഴാണ്? അത് ആക്ച്വലി ചെറുപ്പം തൊട്ടേ ഉണ്ട് എന്നുള്ളതാണ്. അതായത് കൂട്ടുകുടുംബത്തിലായിരുന്നു. അപ്പൊ അച്ഛൻ്റെ സിസ്റ്റേഴ്സിൻ്റെയും ബ്രദേഴ്സിൻ്റെയും ഒക്കെ മക്കള്, ബോയ്സ്, ഏട്ടന്മാര്, നമ്മൾ ഇവരെയൊക്കെ കൂടെ ചേച്ചിമാരും ഏട്ടന്മാരും ഒക്കെ നമ്മൾ ആ ഒരു ലോക. ഇപ്പൊ ഇവര് ചക്ക പറിക്കാൻ മാവില് അല്ല മാങ്ങ പറിക്കാൻ മാവ് കയറുമ്പം നമ്മളും കയറും, ചക്കയിടാൻ കയറുമ്പോൾ നമ്മളും കയറും. അങ്ങനെ നമ്മളൊരു വേറെ നമ്മൾ ലേഡിയാ അല്ലെ പെൺകുട്ടിയാണെന്നുള്ള രീതിയിൽ പിന്നെ ആ ഒരു ഇതിൽ മാറിയിരുന്നില്ല. ഇവര് ചെയ്യുമ്പോൾ അതേമാതിരി നമ്മളും ചാടി കയറി സൈക്കിൾ, ഇവര് വാടകയ്ക്ക് അന്ന് 2 രൂപയ്ക്കൊക്കെ സൈക്കിൾ കിട്ടുമല്ലോ, സൈക്കിൾ എടുക്കുമ്പോൾ നമ്മളും സൈക്കിൾ ഓടിക്കുന്നു. പുഴയിൽ പോയി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ പുഴയാ, ഞാനിപ്പോൾ പുഴയിലേ കുളിച്ചിട്ടുള്ളൂ. നമുക്ക് വീട്ടിലങ്ങനെ ഇതേമാതിരി അറ്റാച്ച്ഡോ അല്ലാത്തതോ ആയിട്ടുള്ള ബാത്റൂമില്ല. അപ്പം നമ്മുടെ ആ ഭാഗത്തുള്ളവരൊക്കെ പുഴയിലാണ് പോയി കുളിക്കുക. അപ്പം നമ്മൾ നീന്തൽ പഠിച്ചു. ആ നീന്തൽ പഠിച്ചത് എനിക്ക് വളരെ ഉപകാരമായി. ഈ പോലീസ് ട്രെയിനിങ്ങിലൊക്കെ പോയപ്പോൾ നമുക്കത് ഏറ്റവും ഉപകാരമായി. പിന്നെ ഈ പഞ്ചായത്ത് ഇതിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ട്രെയിനേഴ്സിനെയൊക്കെ എടുത്ത സമയത്ത് നമ്മളെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രൊഫഷണലി പഠിച്ചിട്ടല്ല, വെള്ളത്തിൽ വീണ കയറി പോകാനുള്ള നീന്തലുണ്ടല്ലോ, നാടൻ, മോഹൻലാൽ പറഞ്ഞ പോലെ നാടൻ തല്ലി എന്ന് പറഞ്ഞ പോലെ നാടൻ നീന്തൽ, അതൊക്കെ. അപ്പോൾ ആ ഒരു ലൈഫ് ശരിക്കും ചെറുപ്പത്തിലെ തന്നെ ആ ഒരു ടേസ്റ്റിൽ വന്നത് ഇങ്ങനെയുള്ളൊരു ഇതിൽ. അതായത് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ നമ്മൾ പോണു, സ്കൂളിൽ പോകണു, തിരിച്ചു വരണു, വീട്ടിലിരിക്കണു, പഠിക്കുന്നു, അതല്ല. വീട്ടിൽ കുറേ കുട്ടികളുള്ള കാരണം അവരെ കൂടെ നമ്മൾ എല്ലാത്തിലും പോയി. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ജെൻഡർ വ്യത്യാസം നമുക്ക് തോന്നില്ല. മരത്തിൽ കയറുമ്പോൾ നമ്മൾ മരത്തിൽ കയറുന്നു, അത് വലിയ ഇതായിട്ട് തോന്നില്ല. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഇതിങ്ങനെ ഉള്ളിലുണ്ടല്ലോ, നമുക്ക് എന്തും എനിക്കൊന്ന് ഇപ്പോൾ ടാങ്കിൽ, ഇപ്പോൾ വീട്ടിലാണെങ്കിലും അതെ, പൊക്കത്തിലുള്ള അതിൻ്റെ ടാങ്കിൻ്റെ മേലേക്ക് അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെല്ലാം എന്തിനും റെഡി. അങ്ങനെ പിന്നൊക്കെ നിൽക്കുന്നൊരിതില്ല. പിന്നെ ഏജിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇവർക്ക് എന്തിൻ്റെ അസുഖമാണ്, ഈ 35 വയസ്സ് മക്കൾ 3 പേരായപ്പോഴാണ് ബുള്ളറ്റ് പോയി വാങ്ങിയിരിക്കണം, നെഗറ്റീവ് എല്ലാവരുടെ അടുത്തുണ്ടല്ലോ. അപ്പം ആ ഒരു സംഭവം ഞാൻ നോക്കാറില്ല. ഏജ് അത് ബയോളജിക്കൽ, അത് ഒരു ലൈഫ് സ്പാം ഇതിലുള്ള
പീരീഡിൽ ഓരോ കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാവുക, അതൊക്കെ ആ സമയത്ത് നടക്കുന്നേ. അത് പ്രകാരം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആയതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ മാറ്റി വെക്കണം എന്നുള്ള അത് എവിടെയും ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ താല്പര്യത്തിനേക്കാളും നമുക്ക് കുറേ സ്വപ്നങ്ങളുണ്ടല്ലോ. ഇന്നതുപോലെ ഇപ്പോൾ ബുള്ളറ്റൊക്കെ ഓടിച്ച ആണുങ്ങൾ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുള്ളറ്റിലിരിക്കുമ്പോൾ ഒരു വേറൊരു ഇതാണല്ലോ, സ്കൂട്ടറിലിരിക്കുന്ന പോലെയല്ലോ ഒരു ബുള്ളറ്റിൽ. ഗമയുണ്ട്. പിന്നെ അപ്പോൾ നമുക്കൊരു പിന്നെ പോലീസിലായിരിക്കുമ്പം ബൈക്കും ബുള്ളറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ പോകുമ്പോൾ ഒരു വ്യത്യാസം വേറെ തന്നെയാ. നമുക്കിനൊരു കോൺഫിഡൻസാ. അപ്പോൾ മറ്റുള്ളവർ കാണിക്കാനല്ലേ എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്. മറ്റുള്ളവർ മറ്റുള്ളവർ കാണുന്നുണ്ടോ എന്നുള്ളതിൽ നമുക്കൊരു കോൺഫിഡൻസാ. ആ ബുള്ളറ്റിൽ ഇങ്ങനെ പടപടാ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതൊക്കെ അത് ഫീൽ ചെയ്തവർക്കേ അത് അറിയുള്ളൂ. അത് നമുക്ക് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന അറിയില്ല. അപ്പം ഞാൻ ഈ ബുള്ളറ്റ് വാങ്ങിയത് 35 വയസ്സ് കഴിഞ്ഞു. 3 പിള്ളേരും അതിന് ശേഷമാണ് അത് സ്വന്തമായിട്ട് വാങ്ങിയിട്ട് ഓടിക്കണം എന്നുള്ള ഒരു തന്നെ ചെയ്തത്. അത് പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതെല്ലാം താല്പര്യപ്രകാരമല്ല. മൂന്നാറിലെ പിള്ളേരുടെ കൂടെയൊക്കെ മല കയറാൻ പോയിട്ട് ചാമ്പ്യൻ ആവുക എന്നൊക്കെ പറയുന്നത്, സ്റ്റേറ്റ് ചാമ്പ്യൻ ആവുക എന്നൊക്കെ പറയുന്നത് അത്ര ചെറിയ നിസ്സാര കാര്യമൊന്നുമല്ല. ചെറിയ ഇൻട്രസ്റ്റ് പോരാ, ഇങ്ങനെ സംഭവിച്ചു പോവാന്ന് പറയില്ലേ മല കയറുന്നത്. അതെ, അതായത് മല കയറുന്നത് എങ്ങനെ സംഭവിച്ചു പോകുന്നത് അല്ല ആ ഇൻസിഡന്റ്. അതായത് പിന്നെ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോഴ് മൗണ്ടനിയറിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നുണ്ട് പറഞ്ഞപ്പം എനിക്ക് മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് അറിയില്ലായിരുന്നു. അതായത് ഇങ്ങനെ ഒരു ഇതിൽ ഇത്ര ഐറ്റംസ് ഉണ്ട്, ഇത് ഇങ്ങനെയൊക്കെയാണ്, ഒന്നും അറിയില്ല. ഹസ്ബൻഡിന്റെ വീട് കണ്ടിട്ടുണ്ടല്ലോ, അത്രയും ഒരു കുന്നിന്റെ പുറത്താണ്. നമ്മള് വെള്ളം എടുക്കാനൊക്കെ താഴേക്ക് എന്ന് പറഞ്ഞാൽ നല്ല താഴേക്ക് ഇറങ്ങി വന്ന് കിണറും അത് പാതാളം പോലെ ഒരു കിണറിന് വെള്ളം എടുത്തിട്ട് ഒരു പാത്രം ഇവിടെയും ഒന്ന് തലയിലും വെച്ചിട്ട് നടന്നു കയറി. രാവിലെ ഒരു 5:30 തുടങ്ങണം സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ. ഞാനും അനിയത്തിയും കൂടെ വെള്ളം കൊണ്ടും അച്ഛനും എല്ലാവരും. ഞങ്ങൾ 5 പേര്, 4-5 പശുക്കള്. ആ പശുക്കൾക്ക് കുടിക്കാനുള്ളത്, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് കുളിക്കാൻ, പിന്നെ പശുക്കളൊക്കെ ഉള്ള വെള്ളം തന്നെ പറഞ്ഞാൽ ഒരു 5 പശുക്കളുണ്ടെങ്കിൽ കുടിക്കാൻ തന്നെ അത്യാവശ്യം നല്ല വെള്ളം വേണം. അപ്പം ഇത്രയും വെള്ളം ഒരു വീട്ടിൽ ഒരാളൊന്നും വിചാരിച്ച് നടക്കില്ല. അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കയറ്റി കൊണ്ടുപോയിട്ട്, അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഇപ്പോഴും കുട്ടികളൊന്ന് ടാപ്പ് തുറന്ന് ഒരു തുള്ളി വെള്ളം കളയുമ്പോൾ നമുക്ക് വിഷമാണ്. കാരണം ഈ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയൊന്ന് കുലുങ്ങിയിട്ടൊരു കുറച്ച് വെള്ളം പോയാൽ പോലും നമുക്ക് വിഷമാണ്. അപ്പോൾ ഇവരൊക്കെ കളിയാക്കും, ഒന്ന് പൈപ്പ് തുറന്ന്. അപ്പം നമുക്കത് വിഷമമാണ്. നമുക്ക് കിണറ്റിൽ വെള്ളമുണ്ട്, ഇതുണ്ട്, പക്ഷെ പറഞ്ഞിട്ടല്ലേ അത് അനുഭവിച്ച ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കത് കളയാൻ തോന്നില്ല. കുറച്ച് വെള്ളത്തിൽ തന്നെ ഇങ്ങനെ പിശുക്കി ചെയ്യുന്നത്. ആ ഒരു ഇതിൽ പോയി. പിന്നെ ഞാൻ കൃഷിഭവനിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യം, നമുക്ക് അപ്പം ഒരു വരുമാനം വേണം. അത് +2 കഴിഞ്ഞ് ആ ഒരു ടൈമിൽ ഇരിക്കുമ്പോഴാണ്, റിസൾട്ടിന് വേണ്ടി ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൃഷി ഓഫീസറുണ്ട്. അവർ പറഞ്ഞിങ്ങനെ ഡെയിലി വേജസിന് ആളെ എടുക്കുന്നുണ്ട്, എഴുതാനൊക്കെയാണ്. അപ്പോൾ ഇപ്പം ഈ ഇത് വന്നില്ലേ, മേപ്പാടി ചൂരൽമല ഈ പ്രശ്നം നടന്ന ആ ഭാഗത്തുള്ള ആ കൃഷിഭവനിലായിരുന്നു. അപ്പം ഞാനവിടെ പോകുമ്പോൾ എനിക്ക് അവിടെ എഴുതിയ ഡെയിലി വേജസ് ഒരു പൈസ കിട്ടും. എല്ലാ ദിവസവും പോകണ്ട. അപ്പോൾ കോളേജിൽ ചേർന്നപ്പോഴും ഞാൻ അവിടെ പോയി. ഞാനങ്ങനെ കോളേജിൽ ഫുൾ 3 വർഷം അങ്ങനെ സ്ഥിരമായി പോയിട്ടുള്ള ആളല്ല. അവർക്കും അറിയാം, ടീച്ചേഴ്സിനെ ഏകദേശം അറിയാം നമ്മുടെ ഒരു ഇത്. അതുകൊണ്ട് അവർ കുറേ എക്സംഷൻ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പം ആളുകളുടെ വിചാരം ഫുൾ കോളേജിലേക്കാണ്. ഞാനിതിൽ പകുതി ദിവസം കൃഷിഭവനിൽ പോവും, ബാക്കി ദിവസം കോളേജിൽ പോവും. ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ കൂടെയുള്ള കുട്ടികളുടെ ഒരു ഇതുണ്ട്, അവർ ഫോട്ടോ കോപ്പി എടുത്തിട്ടും അങ്ങനെയൊക്കെ നമുക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നു. അങ്ങനെയാണ് 3 വർഷവും പോയത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര നല്ലൊരു ഇതാണ്. കാരണം നമുക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ അച്ഛനോട് പോയിട്ട് ബസ്സിൻ്റെ പൈസയും പഠിക്കാനുള്ള പൈസയും ചോദിക്കേണ്ട ഒരു ഇത് വന്നില്ല. അപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു എനിക്ക് എൻ്റെ ഒരു മെയിൻ ഒരു ഇത് തന്നെയാണ്. കാരണം എന്നെ എപ്പോഴും അവരെ ഒരു കെയറിങ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. +2 പഠിക്കുമ്പോഴാണെങ്കിലും, +2 ഞാൻ ഒരു മുസ്ലിം ഓർഫനേജ് സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ ഒരു പ്രിൻസിപ്പാളാണ് എൻ്റെ ഫീസ് എടുത്ത് അടച്ചത്, മുഹമ്മദ് സാറ്. അപ്പോൾ ആ സാറ്, ഞാൻ ഹ്യൂമാനിറ്റീസാണ് എനിക്ക് കിട്ടിയത്. ആ +2 ചേഞ്ച് ആവുന്ന സമയമാണ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, പക്ഷേ എനിക്ക് സയൻസ് കിട്ടിയില്ല. ഇത് കുറവാണല്ലോ, +2 കുറവല്ലേ. ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ, ഈ +2 പഠിക്കുമ്പോഴല്ലേ ഒരു പ്രണയം ഉണ്ടായിരുന്നത്?
അത് ഗംഭീര കഥയാണ്. അത് ഏതാ വായിച്ചത്? അത് ഏത് പ്രണയമാണ് വായിച്ചതെന്നല്ല, ഞാൻ വായിച്ചത് ഏത് പ്രണയം, ഒരു 3-4 പ്രണയം ഉണ്ടായിരുന്നു. അത് ഏത് കഥയാണ് ഞാൻ വായിച്ചതെന്നല്ല, ഞാൻ മാതൃഭൂമിയിൽ എഴുതി. ആ കഥയിലാണ് ഒരു മോതിരം കിട്ടുന്ന കഥ. ആ മോതിരം അത് പ്ലസ് ടു കഴിഞ്ഞ്, അത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ്, ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ നെഹ്റു യുവകേന്ദ്രന്റെ ഒരു ക്ലാസ് വന്ന് പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോ നമുക്ക് ഇടയ്ക്ക് ആ കഥയും കൂടെ കേട്ടിട്ട് പോകാം. അത് ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. ആ കഥ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുത്തി. അതായത് നമ്മൾക്കൊരു തീരുമാനം എടുക്കാനും നമ്മൾ കുറച്ചുകൂടെ, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയി അത്. കാരണം പിന്നീടുള്ള ലൈഫിലേക്ക് അത് ഭയങ്കര ഒരു മുതൽക്കൂട്ടം ആവുക എന്ന് പറയില്ലേ, അതാണ്. പ്ലസ് ടു കഴിഞ്ഞിരിക്കുമ്പോൾ നെഹ്റു യുവകേന്ദ്രന്റെ ഒരു ക്ലാസ് ഉണ്ട് തോന്നുന്നു. അതിൽ പോയാൽ 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ 1000 രൂപയുണ്ട്. അപ്പൊ അതാണ് നമ്മളെ അട്രാക്ട് ചെയ്തത്. പോയി തൊട്ടടുത്തിരിക്കണ പയ്യൻ, എന്താ പറയാ, നമുക്ക് അതുവരെ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. പ്ലസ് ടുവില് മിക്സഡാ, പക്ഷേ എന്താ പറയാ, പഠനം എന്നുള്ളതല്ലാതെ പ്ലസ് ടു സയൻസ് എടുത്ത് ഭയങ്കര ടഫായിരിക്കും. സയൻസ് എടുത്ത് അങ്ങനെ ഒരു മൈൻഡ് അപ്പം ഇല്ല. അതായത് നമുക്ക് ഇതിനൊക്കെയുള്ള ടൈമും നമുക്ക് മൈൻഡും കിട്ടുക നമ്മള് ഫുൾ ഹാപ്പി ആയിരിക്കുമ്പോഴാണ്. ഇത് നാളെ മറ്റന്നാളെ കഴിഞ്ഞ് എങ്ങനെ ഇവിടേക്ക് വരണം എന്നുള്ളതാണ് ചിന്ത. കാരണം ആ പോയിക്കൊണ്ടിരിക്കുന്നതിൽ അച്ഛന് 2 ദിവസം ജോലി ഇല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന കാര്യം പോലും കഷ്ടത്തിലാണ്. അപ്പം അത്ര കാര്യങ്ങൾ മുന്നിലുള്ളപ്പം നമുക്ക് ഈ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകാനുള്ളത് തോന്നില്ല. എനിക്ക് തോന്നിയത് അങ്ങനെയാ. ആ ഒരു മൈൻഡ് അല്ലായിരുന്നു. അപ്പം ഈശ്വര ഇതെങ്ങാനും മുടങ്ങി പോവോ, ഇത് പാതി വഴിക്ക് നിന്ന് പോവോ, അല്ലെങ്കിൽ റെക്കോർഡ് വാങ്ങാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഡിസെക്ഷൻ ബോക്സ് വാങ്ങാൻ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പം അത് കാരണം എനിക്ക് അപ്പോൾ പഠനം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോൾ അവിടെ 2 ദിവസം ക്ലാസ്, ഒരു ദിവസം ഈ അങ്ങനെ ജസ്റ്റ് അടുത്തിരിക്കുന്ന കണ്ടു, അത്രയേ ഉള്ളൂ. വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഇത് കഴിഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞു, പിറ്റേ ദിവസം വരണം. അപ്പോൾ ഈ പയ്യൻ പേര് ചോദിച്ചു, പിന്നെ എവിടെ എന്താന്നൊക്കെ ചോദിച്ചു, കാര്യമായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നു. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പ് വരെ വരാമെന്നാണ്, ബസ് സ്റ്റാൻഡ് വരെ, അവിടെ വരെ വന്നു. എന്നിട്ട് ഭയങ്കര നമ്മൾ കുറേ പേരുണ്ട്, 19 പേരുണ്ട്, നമ്മളോട് തന്നെ ഭയങ്കര കാര്യമായിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. എൻ്റെ ബസ് കയറുന്നവരെ എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് നാളെ കാണാമെന്ന് പറഞ്ഞു പോയി. എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല, വളരെ നല്ലത്. പിറ്റേ ദിവസം പോകുമ്പോഴേക്കും സീറ്റൊക്കെ തൊട്ടടുത്തുള്ള സീറ്റൊക്കെ റെഡിയാക്കി അവിടെ ഇരിക്കാൻ പറയുന്നത്. ഞാൻ വേഗം പോയി ആയിരുന്നു. അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര കാര്യമാണ്, ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഫുൾ കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഒരു കത്ത്, ഒരു മോതിരം എല്ലാം റെഡിയാക്കി ആള് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് തന്നു. എന്നിട്ടാണ് ഇത് വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. എനിക്കിത് എൻ്റെ അടുത്തിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തന്നതാ. ഞാൻ വേഗം എന്താ സംഭവം എന്ന് വെച്ച് വാങ്ങി. അപ്പോൾ മോതിരം കണ്ടപ്പോൾ എനിക്ക് സംതിങ് ഇതെന്ത് എന്നുള്ള. അപ്പോൾ പറഞ്ഞു ബാഗിൽ വെക്കൂ, അത് ലെറ്ററിലുണ്ട്, വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. അപ്പം എനിക്ക് എന്താ സംഭവം. പിന്നെ ഞാൻ നോക്കുന്നില്ല, നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു പയ്യൻ. അതായത് ശരിക്കും തമിഴ് സിനിമയിലെ മാധവനില്ലേ, അതേ ലുക്ക് മലയാള സിനിമയിലുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ ചിരിക്കും. അപ്പൊ എനിക്ക് ഈ പയ്യനെ എവിടെയോ കണ്ട പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ആക്ടറുമായിട്ടുള്ള സാമ്യത കൊണ്ടാ. അപ്പൊ ഞാൻ അതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ പെരുമാറ്റവും നമ്മളോട് ഭയങ്കര നല്ല. അതെ. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ കൂടെ വന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ നമ്പർ ചോദിച്ചു. എൻ്റെ വീട്ടിൽ ഫോണൊന്നുമില്ല. അപ്പം ഞാൻ അടുത്ത വീട്ടിലെ നമ്പറാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ വിളിക്കില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് തരുക. ഞാൻ പറഞ്ഞു വിളിക്കാൻ പറ്റില്ല, അടുത്ത വീട്ടിൽ നിന്ന് വിളിക്കുക. അത്രയും എമർജൻസിക്ക് എൻ്റെ അമ്മ വീട്ടിൽ നിന്നൊക്കെ ദൂരെ അമ്മ വീടാണ്, അവിടെ നിന്നൊക്കെ എന്തിനെങ്കിലും വിളിക്കുമ്പോഴാണ്, അല്ലാതെ ഇങ്ങനെ വിളിച്ചാലുള്ള അവസ്ഥ എന്താ. അപ്പം ഞാൻ വിളിക്കാൻ ചെയ്തില്ല, എനിക്കൊന്ന് ഇതാവാൻ വേണ്ടി. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഫോണുണ്ട്, നമ്പർ തന്നാൽ വിളിക്കുമോ ചോദിച്ചു. അപ്പം ഞാൻ പറ്റുമെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് വായിച്ചു. വൈകിട്ട് പോയിട്ട് കത്തൊക്കെ വായിച്ചപ്പോഴേക്കും ഭയങ്കര സന്തോഷം. ആ കത്തില് നമ്മളെ കുറിച്ചുള്ള വർണ്ണനകളാ, കണ്ണ്. അപ്പൊ ഞാനൊന്ന് എന്താ പറയാ, സാഹിത്യം ഉണ്ടായിരുന്നു അത്യാവശ്യം. സാഹിത്യമല്ല, ലവ് ലെറ്റർ. അതായത് ഞാൻ വളരെ പാവം
പെൺകുട്ടിയും വളരെ പാവവും നിഷ്കളങ്കയും ആ 50 പേരിലും വെച്ച് തെറ്റിദ്ധാരണയായിരുന്നു. ഏറ്റവും നിഷ്കളങ്കയും പാവമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയതും. അങ്ങനെയാണ് ആൾക്ക് പാവം അവൻ. അതെ, അല്ല അന്ന് ഞാൻ പാവമായിരുന്നു. അന്ന് ഞാൻ പാവമായിരുന്നു, പിന്നീടാണ് ഞാൻ ഭയങ്കര. എന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ കണ്ണ് കണ്ടപ്പോ മനസ്സിലായി പാവം അങ്ങനെ ഇങ്ങനെ. അത് നമ്മൾക്കിത് ആദ്യമായിട്ട് കിട്ടുക, ഇത് പരിചയമൊന്നുമില്ല. ഭയങ്കരമായിട്ട് സംഭവമായിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും, പശുവിനെ കെട്ടാൻ പോകും. അത് ആ ടൗണിന്റെ അടുത്ത് കൂടിയാണ് ആ വയലിലേക്ക് ഇറങ്ങുക. നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പശുക്കളെ തന്നിട്ടുണ്ട് അച്ഛൻ, അതിന്റെ ഫുൾ കാര്യവും നമ്മളാ. അപ്പം പോയിട്ട് 1 രൂപയില്ലേ കോയിൻ, അതെടുത്ത് കയ്യിൽ വയ്ക്കും. എന്നിട്ട് അവിടെ കോയിൻ ബൂത്ത് എന്നിട്ട് ഒരു 2-3 തവണ വിളിച്ചു. ഇപ്പൊ പറഞ്ഞല്ലേ, അപ്പൊ ഇങ്ങനെ വിളിച്ചു. ഒരു തവണ വിളിച്ചപ്പോ അച്ഛനെ എടുത്ത് കിട്ടിയില്ല. പിന്നെ ഒരു തവണ വിളിച്ചു, കിട്ടി. ഇങ്ങനെ സംസാരിച്ചു. 1 രൂപ തീരുന്നവരെയാണേ സംസാരം. അത് കഴിഞ്ഞു. പിന്നെ ആണ് അഡ്മിഷൻ വരുന്നത് കോളേജില്, ഗവൺമെന്റ് കോളേജില്. അപ്പൊ ഈ പയ്യൻ ഗവൺമെന്റ് കോളേജിലാണ് പഠിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കിട്ടി, എനിക്ക് TTCക്ക് കിട്ടി. അവിടെ പോയി അതിന്റെ ഫീസും സ്ട്രക്ചറും അതിന് വേണ്ട ചെലവുകൾ കുറേ, TTCക്ക് കുറേ വർക്കുകളൊക്കെ വരുമല്ലോ, ചാർട്ട്, പേപ്പർ, അങ്ങനെ അതൊക്കെ കൂടെ കേട്ടപ്പം അത് നമുക്ക് ശരിയാവില്ല എന്നുള്ളത് മനസ്സിലായി, മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സയൻസ് ആണല്ലോ എടുത്തത്. നമ്മൾ ആ ഒരു രീതിയിൽ ഫിസിക്സ് ആ ഒരു ഇതിൽ പോകാമെന്ന് ഓർക്കുമ്പോൾ ഇതേപോലെ കോളേജ് എടുത്തില്ല. അടുത്തുള്ളതിൽ ഇതേ പ്രൊസീജിയർ മുഴുവനും, ലാബ്, റെക്കോർഡ്. ഈ സംഭവം മുന്നോട്ട് പോവില്ല, ഉറപ്പാണ്. ഗവൺമെൻറ് കോളേജിന് ഫീസ് ഇല്ല എന്ന് പറഞ്ഞു. ആ ചേരുമ്പോൾ ഒരു 630 രൂപ അത്രയേ ഉള്ളൂ എന്നുള്ളതിൽ. അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നില്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവുമോ. പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടിട്ടും എങ്ങനെയാലും അത് ആ പഠിക്കുന്ന വിഷയം എടുക്കാനുള്ളൊരു ഇതുണ്ട് എന്തായാലും ഇല്ലേ. അപ്പം നമുക്ക് തന്നെ ഒന്ന് കോളേജ് അതേ ഉള്ളൂ എടുത്ത്, എന്നാലും 2 ബസ് കയറണം. പിന്നെ ഗവൺമെൻറ് കോളേജിൽ ഫീസ് ഇല്ല. പിന്നെ വേറെ ചാർട്ട്, പേപ്പർ, എക്സ്ട്രാ ഇതൊന്നുമില്ല. ആർട്സ്, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലാബും കാര്യങ്ങളും അങ്ങനത്തെ ഇല്ലല്ലോ. അപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി. അല്ലാതെ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തല്ല. സയൻസ് പഠിച്ച ഒരാൾ ഒരിക്കലും ഒരു ജേർണലിസം ഫീൽഡല്ല ആഗ്രഹിക്കുക. പക്ഷെ അതിൽ വന്നപ്പോൾ അതെനിക്ക് ഇഷ്ടമായി. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഇതുള്ളത് കാരണമായിരിക്കും നമുക്കത് താല്പര്യം. അതെ, എനിക്കത് ഇഷ്ടമായി. ഞാൻ അതിനോട് ഇതായി. അല്ലാണ്ട് എനിക്കതോ ഫിസിക്സ്, സയൻസ് എടുത്തില്ലോ എന്നുള്ള വിഷമമൊന്നും തോന്നിയില്ല. ഈ പയ്യൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത്. വീട്ടിലൊന്നും വേണ്ടിയില്ല, പക്ഷെ ഞാനൊരു രൂപ വിളിച്ചു പറഞ്ഞു, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേൾക്കണം. പക്ഷെ 3ാമത്തെ ഫോൺ വിളിയാണേ. 2 ആഴ്ചയായിട്ടുള്ളൂ, 1-2 ആഴ്ചയായിട്ടുള്ളൂ പരിചയപ്പെട്ടിട്ട്. വെക്കേഷൻ സമയത്തായിരുന്നു ആ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഗവൺമെൻറ് കോളേജിലേക്ക് വരുന്നുണ്ട്, എനിക്ക് അവിടെ ഇത് കിട്ടിയെന്ന്. അത് ഞാൻ നോക്കുമ്പോൾ യാതൊരുവിധ പ്രതികരണവും ഇല്ല, സൈലൻസ്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ മാസ് കമ്മ്യൂണിക്കേഷന് കിട്ടിയിട്ട് ചേരാൻ വരുന്നുണ്ട് അഡ്മിഷനായി. അതേ സയൻസ് അല്ലേ എടുത്തത്, നല്ല മാർക്കില്ലേ, വെറുതെ ആ കോളേജിലേക്ക് കയറണ്ട. അവിടെ മൊത്തം സമരമാണ്. പിന്നെ ക്ലാസ്സൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അജിഷയ്ക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ചെറിയ സമയമുള്ളെങ്കിലും നമ്മുടെ പ്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജോലി, വീട്ടുകാരെ കാര്യങ്ങളൊക്കെ. അപ്പം അവിടെ വന്നാൽ ഒന്നും നടക്കില്ല. അത് അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്തിനാണ് പോയത് പഠിക്കാനില്ലെങ്കിൽ? നമ്മൾ ആൺപിള്ളേരല്ലേ, നമ്മളെങ്ങനെയും ഒക്കെ പഠിച്ച് എങ്ങനെയും പാസ്സാവും. അതുപോലെയല്ലോ സയൻസ് അവിടെ ഇല്ല, ആർട്സ് വിഷയമുള്ളൂ. അതുകൊണ്ട് വേറെ കോളേജിൽ ചേർന്നാൽ മതി. 1-2 കോളേജിൻ്റെ പേര് ഞാൻ അവിടെയൊന്നും ചേരാൻ പറ്റില്ല, എനിക്ക് ഫീസ് ഒന്നും ശരിയാവില്ല. എന്തായാലും ഞാനിവിടെ ചേരാൻ തീരുമാനിച്ചു. ഒന്നുകൂടെ നോക്കിയിട്ടും മതി കേട്ടോ, അത് അങ്ങനെ ഇങ്ങനെ. അതായത് ഒരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചു അതിൻ്റെ ഓപ്പോസിറ്റാണ് പറയുന്നത്. അപ്പം ഞാനൊരു ഇതെന്താ ഇങ്ങനെ പറയുന്നത്, സന്തോഷമായിട്ട് ഞാൻ വിചാരിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ട് ആദ്യം വരുമെന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് കോളേജിൽ പോയി ചേർന്ന് ആഴ്ച 2 കഴിഞ്ഞിട്ടും ആളുടെ പൊടി പോലും ഇല്ല. ഇങ്ങനെ കൊമേഴ്സിൽ, അയ്യോ വിഷയം പറയണ്ട, ആളെ തപ്പി ഇങ്ങനെ ആ കോളേജിൽ ഉണ്ടെന്ന് അറിയാമെന്നല്ലാതെ. പിന്നെ ഞാനിങ്ങനെ ഓരോരുത്തരായിട്ട് പതുക്കെ പരിചയപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഇന്ന ആളെ അറിയുമോ, ഇവിടെ തന്നെയാണോ എന്ന് തന്നെ എനിക്ക് ഡൗട്ട്. പറഞ്ഞു, ഇങ്ങനെ ഒരു കക്ഷി ഇവിടെ ഉണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ എത്ര മണിക്കാണ് പോകാൻ? അപ്പോൾ ഇത്ര സമയത്ത് അവിടെ ക്ലാസ് വിടുന്നുണ്ട്. ഞാൻ ആ സമയം നോക്കി ഇറങ്ങിയപ്പം ഈ പുള്ളിക്കാരൻ പോകുന്നുണ്ട്, ഒരു കുടയിൽ കൂടി ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല, കാരണം കോളേജിൽ ഇഷ്ടംപോലെ ഇപ്പം നമ്മൾ കുടയും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഓടി വന്ന് പയ്യന്മാരൊക്കെ കയറുന്നത്. കോളേജിൽ അങ്ങനത്തെ ഒരു ആ ഒരു +2 വരെയുള്ള ആ ഒരു ഇതിൽ നിന്നങ്ങോട്ട് മാറി ഒരു ഫ്രീഡം കിട്ടിയതല്ലേ.
ഞാൻ വിചാരിച്ചു കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ പോകുന്നത്, എനിക്കതൊന്നും തോന്നില്ല. പക്ഷെ ഞാൻ ഫേസ് ചെയ്യാനൊന്നും പോയില്ല, ഞാൻ കണ്ടു എന്നേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടപ്പോഴും ഇതേ പെൺകുട്ടി കൂടെ ഉണ്ട്. ജൂൺ ആ ഒരു മഴക്കാലല്ലേ. പിന്നെ ബസ് കയറുന്ന സ്ഥലത്ത് പോയി അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇവര്, പിന്നെ കണ്ടപ്പോ ബസ്സിൽ അടുത്തടുത്ത് ഇവര്. ഇത്രയായപ്പോഴെനിക്ക് പിന്നെ ഈ പയ്യൻ എന്നെ കാണാനോ സംസാരിക്കാനോ വരുന്നില്ല. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര ഇത് തോന്നി, ഇതെന്താ. ഞാൻ എനിക്ക് പരിചയമുള്ളവരോട് ചോദിച്ചു, ഇത് എങ്ങനെയാ? അയ്യോ അവര് 8ാം ക്ലാസ് തൊട്ട് ഒരുമിച്ചാ. അവര് +2 8 മുതൽ ഒരുമിച്ചാ, +2 ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കോളേജിൽ തന്നെ ഇതായി. ആ പെൺകുട്ടി വേറെ പഠിക്കേണ്ടതാണ്, നന്നായി പഠിക്കുന്നതാ. ഇവൻ ഇവിടെ അഡ്മിഷൻ കിട്ടിയ കാരണം ആ പെൺകുട്ടി ഇവിടെ അഡ്മിഷന് വന്നതാ. അല്ലാതെ ഇതല്ല സബ്ജക്റ്റ്, ഇതല്ലായിരുന്നു പഠിക്കാൻ ഉദ്ദേശിച്ചത്, ഇവന് വേണ്ടി വന്നതാ. വീട്ടുകാർക്കൊക്കെ അറിയാം, പെൺകുട്ടിയുടെ വീട്ടുകാർക്കൊക്കെ അറിയാം, അവർ മിക്കവാറും കല്യാണം കഴിക്കും. നമ്മളോട് ആ കത്തിൽ എഴുതിയത് ഇങ്ങനെയൊരു പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ല, കണ്ണുകൾ നോക്കും. അപ്പൊ ഞാനാലോചിച്ചു, എനിക്ക് ഈ കത്തും ഈ പയ്യനെയും തമ്മിൽ മാധവന്റെ മുഖം മാത്രമേ ഉള്ളൂ. മാധവന്റെ മുഖം മാത്രമേ ഇവൻ്റെ ഉള്ളൂ. ഇവന് ഇങ്ങനെയൊരു ഇതാണ്, എനിക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നില്ല. ഒരാൾക്ക് അതങ്ങനെ പറ്റും. പിന്നെ ഇപ്പൊ ആണെങ്കിൽ എനിക്ക് അത്ഭുതമില്ല, കാരണം ഇപ്പം കേൾക്കുന്നത് മുഴുവനും കാണുന്നത് മുഴുവനും അങ്ങനെ. അന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരാൾ നമ്മളോട് ഇഷ്ടമാന്ന് പറയുന്ന, നമ്മള് ഇയാളെ കല്യാണം കഴിച്ച് പിന്നെ അവർ കണ്ടു. അതെ, അപ്പോഴാണ് വേറൊരു പെൺകുട്ടിയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഒരു 2 ദിവസമേ കണ്ടിട്ടുള്ളൂ, 2 or 3 തവണയെ ഫോൺ ചെയ്തിട്ടുള്ളെങ്കിലും എനിക്കത് ഭയങ്കര ഇതായിപ്പോയി. ഞാൻ ഗംഭീര കരച്ചിൽ, ഞാൻ ബസ്സിലേക്ക് കരഞ്ഞു കൂവി. വീട്ടിൽ ചെന്ന് പറയാൻ പറ്റുമോ? അത് വീട്ടിൽ ചെന്ന് മുഖം ഇങ്ങനെ ഞാൻ റാഗിങ് അതൊക്കെ ആ വഴിക്കുണ്ട്. അങ്ങനെ ഭയങ്കര റാഗിങ് അല്ല, എന്നാലും നമുക്ക് നമ്മൾ അതിൻ്റെയൊക്കെ വിഷമമായിട്ട് അങ്ങനെ നിന്നു. പിന്നെ ഞാനിങ്ങനെ 2 ദിവസം ഇരുന്ന് ആലോചിച്ചു, ഇതെന്ത്. പിന്നെ ഇവൻ എന്നെ അവോയ്ഡ് ചെയ്യുക, എന്തായാലും ഞാനുള്ളത് അറിയാം, എന്നെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ വരുന്നോ മിണ്ടുന്നൊന്നുമില്ല. ഞാൻ എന്തായാലും തീരുമാനിച്ചു, അങ്ങനെ പറ്റില്ലല്ലോ. അത് ശരിയായില്ല. അതായത് ആ കുട്ടീനെയും പറ്റിക്കുക, എന്നെയും പറ്റിക്കുക. അപ്പോൾ പിന്നെ ഈ കുട്ടിയാണെങ്കിൽ കുറേ വർഷമായിട്ട് ഇവന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നതെന്നൊക്കെ പറയുന്നത്. ആ കുട്ടിയുടെ ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ച് സോഫ്റ്റ് കോർണറൊക്കെ തോന്നി. പക്ഷെ ഇവനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ മിണ്ടാതൊരു സൈഡിൽ കൂടെ പോയാ ഇവൻ ഈ അടുത്ത ക്ലാസ്സിന് പോകുമ്പോൾ ഈ കത്ത് തന്നു ഇവൻ എന്നെ, ഞാൻ അന്ന് പിന്നാലെ പോയിട്ട് അങ്ങനെ അറിയോന്ന് ചോദിച്ചു. അറിയോന്ന് ചോദിച്ചാ മറ്റേ നെഹ്റു ക്ലാസ്. അപ്പൊ ഇവരോട് ഞാൻ പറഞ്ഞു, ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു ക്ലാസ്സിൽ ഒരുമിച്ചുണ്ടായിരുന്നു 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. കൽപ്പറ്റ വെച്ചൊരു ക്ലാസ്സാണ്. 2ാമത്തെ ദിവസം പോകുമ്പം ഇദ്ദേഹം തന്ന കത്തും മോതിരമാണിത്. വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കിക്കോളൂ. വായിച്ചു നോക്കിക്കോളൂ. നമ്മൾ തമ്മിൽ എന്ത് ഡിഫറൻസ് ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ കണ്ടപ്പം ഈ കത്തിലുള്ളതും കൂടെ നോക്കിയാൽ അറിയാം, എൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിച്ച് നമ്മളടുത്ത് വന്ന ആളാണ് ഇവൻ. നാളെ നമ്മളെ 2പേരെക്കാളും മിടുക്കികളോ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുള്ളവരുണ്ടാവും. ഉറപ്പിച്ചോ, നിങ്ങളെയും വിട്ട് അടുത്തതിൻ്റെ പിന്നാലെ പോവും. അതുകൊണ്ട് കൂടെ നടക്കുമ്പോൾ നോക്കിയോ, ചതിക്കുന്നവനാന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി കയറിപ്പോയി. പിന്നെ അവിടെ എന്ത് നടന്നു ഒന്നും ഞാൻ നോക്കിയില്ല. എനിക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ ഈ കത്ത് ഞാൻ കളയാതെ വെച്ചിരുന്നു, മോതിരം കളയാതെ വെച്ചിരുന്നു. അവന്റെ പേരെഴുതിയ മോതിരാ. അപ്പൊ ഇതിങ്ങനെ പിന്നെ ഇവനിങ്ങനെ ഇടി വെട്ടിയ മാതിരി നിൽക്കുന്നുണ്ട്, എന്താ വേണ്ടതെന്ന് അറിയാതെ. ഞാൻ ഉറപ്പിച്ചു, തീരുമാനമായി. എനിക്ക് ഭയങ്കര അഭിമാനം, ഒരു പെൺകുട്ടിയെ കൂടെ ഞാൻ രക്ഷിച്ചു. അത് കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവര് വീണ്ടും ഒരുമിച്ച് തന്നെയാ പോണത്. അവരിത് നല്ല ഡീപ്പായിട്ടുള്ള ഇതായിരുന്നു. പയ്യന് നല്ല ഡോസ് കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അവ ഈ ക്യാരക്ടറാണെങ്കിൽ ഇത് ഒന്നും ഇതാവില്ല. പിന്നെ തന്നെ പ്രായം അതല്ലേ, ഞാനങ്ങനെ കുറ്റം പറയുന്നതല്ല. അന്നത്തെ 10, 18, 19 വയസ്സ്, അപ്പം അതിൻ്റെ ഒരു പക്വത കുറവായിരിക്കും. അല്ലാതെ ഞാനൊരിക്കലും ആ പയ്യനെ കുറ്റം പറഞ്ഞില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞ്
ഇങ്ങനെ ഇതേപോലെ ഈ സബ്ജക്റ്റ് എടുത്തിട്ട് എനിക്ക് പറ്റിയൊരു ചതി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം അത് തമാശയാണല്ലോ, അന്ന് എനിക്ക് വലിയ വിഷമമായത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് മാധവൻ തന്നെ വേണമെന്നുണ്ടോ, തൽക്കാലം നമുക്ക് മോഹൻലാൽ മമ്മൂട്ടി ആ ഒരു റേഞ്ചിലുള്ള ആളുകളൊക്കെ ഉണ്ട്, കുറച്ചൊരു സൈഡിൽ നിന്ന് നോക്കിയാൽ മമ്മൂട്ടിന്റെ ലുക്കുള്ളവരൊക്കെ ഉണ്ട്, തൽക്കാലം അഡ്ജസ്റ്റ്. ഞാൻ പറഞ്ഞു ഇനി ഈ പരിപാടിക്ക് അതാണ് ഞാൻ പറഞ്ഞേ. ആ ഒരു സംഭവത്തില് എനിക്ക് ഇങ്ങനെ ഈ ഒരു സംഭവം ഇത്രയും നിഷ്കളങ്കമായിട്ട് സംസാരിച്ചൊരു പയ്യനാ അത്. വളരെ നിഷ്കളങ്കമായ നല്ലൊരു ആഷ് പോഷ്, ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ചെത്ത പയ്യന്മാര് അല്ല, ഇപ്പോഴത്തെ ഒരു ചെത്ത പയ്യന്മാരെ മോഡലേ അല്ല, ആ ഒരു മോഡലല്ല. ഒരു നല്ല പക്വതയുള്ള ഒരു പാവം പിടിച്ചൊരു പയ്യനായിട്ടാ തോന്നിയ. അവൻ്റെ ഇത് ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടായപ്പോൾ ഞാനോർത്തു ഇനി ആരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ ചെന്ന് പെടുന്നതിൽ നല്ലത് ഈ പരിപാടിക്ക് നിൽക്കാതെ പോകുന്നതാണ്. മാറി നിൽക്കുന്ന കാലഘട്ടത്തില് അവര് കല്യാണം കഴിച്ചോ? വന്നിട്ട് അവര് കല്യാണം കഴിച്ചു. എന്റെ പ്രവചനമൊക്കെ തെറ്റി, പക്ഷെ എനിക്കത് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എന്താ വെച്ചാൽ അവര് ആ ഒരു എൻ്റെ ഒരു ഇൻസിഡന്റിന് ശേഷമായിരിക്കും അത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ടാവുക. ഞാനത് പറഞ്ഞപ്പോൾ എന്തായാലും ഒരു ക്ലാഷ് ഉണ്ടായിട്ട് പിന്നെ ആയിരിക്കും ഇവനാണെങ്കിലും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും. ഇനി ഈ പെൺകുട്ടീനെ വിഷമിപ്പിക്കുന്നത് ശരിക്കും ചതിച്ചതാ. അവന് കുറച്ചുകൂടെ ഓപ്ഷൻസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നത് നിങ്ങളായിട്ട് അത് തന്നെ എടുക്കേണ്ടി വന്നു, ആ ഓപ്ഷൻ തന്നെ എടുക്കേണ്ടി വന്നു. പോട്ടെ, ഞാനത് പൊട്ടിപ്പോന്നോർത്ത്, പക്ഷെ നടന്നില്ല. അല്ലെ അവര് നന്നായിട്ട് ജീവിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ കൂടാനൊന്നും പോയിട്ടില്ല. പിന്നെ നമുക്ക് അത് ഇതല്ലല്ലോ, നമ്മൾ അത്രയും പറഞ്ഞു തല്ലുകൂടി ഇതായതല്ലേ. ശരിക്കും ഈ വീട്ടില് ദാരിദ്ര്യം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നോ? ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പട്ടിണി കിടക്കുക എന്നുള്ളതിനെ മാത്രമല്ല ദാരിദ്ര്യം. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അരി ഓരോ ഇതായിട്ട് കുറഞ്ഞു അവസാനം ഇല്ലാത്തൊരവസ്ഥ. അതായത് നമ്മളിങ്ങനെ ചുമരിലും ജനലിന്റെ പടിയിലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചില്ലറ വെക്കില്ലേ, ആ ചില്ലറ വരെ എടുത്ത് ചെലവായിട്ട് ഇനിയൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നുണ്ട്. ചെവിയിലാണെങ്കിൽ അന്ന് സ്വർണത്തിന്റെ കമ്മലല്ല, ഇവൾക്കേ ഉള്ളൂ കുഞ്ഞൊരു മുട്ട്. അങ്ങനെ അത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് അത് ഊരി കൊടുത്തു.